Morning all. Hello, good morning. Good morning. Start ചെയ്യാലേ മാം? Start. ടൈം മാം. Hello, good morning, everyone. മോർണിംഗ്. Okay, സുഖാണല്ലോ എല്ലാവർക്കും? Okay, എല്ലാരും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോ ഇന്ന് നമ്മള് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ മാസവും നിങ്ങൾ മുന്നിൽ വരാറുണ്ട്. ഞാൻ ഡോക്ടർ നെയ്മ, മലപ്പുറമാണ് സ്വദേശം. ഞാനൊരു വുമൺ വെൽനസ് കോച്ചാണ്, ഹോമിയോപ്പതി ഡോക്ടറാണ്, ഒരു പോസ്റ്റ്മോർട്ടം വെൽനസും കൂടിയാണ്, വെൽനസ് ട്രെയിനറും കൂടിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള, നമ്മളിവിടെ ഒരു നോട്ട് അബൌട്ട് ഒരു മെന്റൽ ഹെൽത്ത് മാത്രമല്ലല്ലോ അല്ലെ, നമ്മളിവിടെ ഒരു ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ഹാർമോണി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു വേദിയാണിത്. അപ്പോ അങ്ങനെ നമ്മൾ വിട്ടുപോകാത്ത, നമ്മളൊരു എന്നും നമ്മളൊരു പോസിറ്റീവ് ഒരു മെന്റൽ ഹെൽത്തിന് മാത്രം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാതെ, നമ്മുടെ ഈ മൈൻഡും ബോഡിയും ഇമോഷനും എല്ലാം കൺട്രോൾ ചെയ്തു പോകുന്ന, നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ബോഡിന്റെ റിതം കീപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എന്റെ ടോപ്പിക് നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഹോർമോൺസ്. അപ്പൊ എന്താണ് ഹോർമോൺസ്? നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞേ. എന്താണ് ഹോർമോൺസ്? നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ഹോർമോൺസിന്റെ ഇംബാലൻസിനെ കുറിച്ചിട്ട്. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? എന്താണ് ഹോർമോൺസ് എന്ന് നിങ്ങൾക്കുള്ള ഒരു ഇതൊക്കെ ഒന്ന് പറഞ്ഞേ. Brain chemicals, neurotransmitters. ഓക്കെ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ബ്രെയിൻ കെമിക്കൽസ്. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ ബോഡിയിലെ എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻസ് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ്. ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്, 8-10 ഗ്ലാൻസുകളുണ്ട്. ഈ ഗ്ലാൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ കെമിക്കൽ ആണ് ശരിക്കും ഹോർമോൺസ്. അത് രാസവസ്തുക്കളാണ്. അത് നമ്മുടെ ബോഡിന്റെ മെറ്റബോളിസം നിയന്ത്രിക്കുന്ന, നമ്മുടെ ബോഡിന്റെ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്ന, ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്ന, നമ്മളെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന, ഫുൾ നമ്മുടെ ബോഡിനെ ആ ഒരു റിതമില്, നമ്മുടെ ഒരു ബോഡി ഒരു സംഗീതമായിട്ട്, അതിന്റെ ശ്രുതി താളം എന്നൊക്കെ നമ്മൾ പറയൂലേ, അതിന്റെ ആ സംഗീതത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ശ്രുതിയൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഹോർമോൺസിനെ നമുക്ക് കണക്കാക്കാം. കാരണം ഈ ഹോർമോൺസ് നമ്മുടെ ഓരോ ഗ്ലാൻസിനും അല്ലെങ്കിൽ ഓരോ ഹോർമോൺസിനും വ്യത്യസ്തമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണത്. ഓരോ ഗ്ലാൻസിന്റെയും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓരോരോ ഏരിയകളിലേക്കായിരിക്കും. അത് നമ്മുടെ ബോഡിന്റെ ഉറക്കം, നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ, നമ്മുടെ ബോഡി ഫങ്ഷൻസിന്, നമ്മുടെ മെറ്റബോളിസത്തിന് എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഏരിയയിൽ മാത്രമല്ല ഹോർമോൺസിന്റെ ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടത്. ത്രൂ ഔട്ട് ദ ബോഡി ഹോർമോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നമുക്ക് ഈ എവിടേക്കാണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെയാണ് ഹോർമോൺസ് നോക്കാം, എവിടേക്കാണ് ഇത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് ഹൈപ്പോ തലാമസ്. നമുക്ക് കേട്ടിട്ടുണ്ടാവും, ഹൈപ്പോ തലാമസ് ബ്രെയിനിലുള്ള ഒരു പാർട്ടാണ്. അവിടെയാണ് നമുക്ക് ബാക്കിയുള്ള എൻഡോക്രിൻ ഗ്ലാൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു ഹോർമോൺസ് ഉണ്ടാവില്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഹൈപ്പോ തലാമസിലാണ്. ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്. ഇതൊക്കെ ഈ നമ്മളെ ഓവറി, ടെസ്റ്റോസ്റ്ററോൺ, ഇവിടൊക്കെ ഈ ഇത്തരം ഈ ഹോർമോൺസിനൊക്കെ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പോതലാമസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അതിന്റെ ഇത് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും TSH, പ്രൊലാക്റ്റിൻ, FSH, ഗ്രോത്ത് ഹോർമോൺ എന്നൊക്കെ. ഒരാൾ എത്ര വളരണം, ഒരാൾ എത്ര വികസിക്കണം, ഫിസിക്കലി എത്രത്തോളം വളരണം എന്ന് നിയന്ത്രിക്കുന്നത് നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്, നമുക്കിപ്പോ കോമൺ ആയിട്ടുള്ള എല്ലാവരുടെയും പ്രശ്നമായിരിക്കും തൈറോയിഡിന്റെ ഇഷ്യൂസ്, ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഗോയിറ്റർ, സെക്കൻഡറി ഹൈപ്പോ തൈറോയിഡിസം, പ്രഗ്നൻസിയിലുള്ള ഹൈപ്പോ തൈറോയിഡിസം, കുട്ടികൾക്കുള്ള ഹൈപ്പോ തൈറോയിഡിസം. അപ്പൊ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒന്നായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻസ്, നമ്മുടെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നത് ശരിക്കും തൈറോയ്ഡ് ഗ്ലാൻസ് ആണ്. അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട തൈറോയ്ഡ് T3, T4 ഹോർമോൺസിന്
എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്ര പ്രൊഡ്യൂസ് ചെയ്യൂ അത്ര പ്രൊഡ്യൂസ് ചെയ്യൂ എന്ന് നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇംബാലൻസ് ആവുമ്പോൾ അടുത്തതും ഇംബാലൻസ് ആവും. ഒന്ന് കറക്റ്റ് അല്ല, ഒന്നിന്റെ ഫംഗ്ഷൻ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിന്റെ ഫംഗ്ഷൻ കുറയും. ഇപ്പൊ ബ്രെയിനിൽ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ കുറയുമ്പോൾ അത് പിറ്റ്യൂട്ടറിനെ ബാധിക്കും. പിറ്റ്യൂട്ടറിന്റെ ഫംഗ്ഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് അത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കും. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻസ് കുറയുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്നും ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിറ്റ്യൂട്ടറിയും ഹൈപ്പോതലാമസിന്റെ ഒക്കെ ഫംഗ്ഷൻ കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് ഓവറീസ്, ടെസ്റ്റിസ്, അതായത് നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണ്, ടെസ്റ്റോസ്റ്റിറോണ്, അതേപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡിലെ കോർട്ടിസോളിന്റെ ലെവൽ എല്ലാം നമുക്ക് ഇംബാലൻസ്ഡ് ആവും. അപ്പൊ നമ്മൾക്ക് ഒരു ഭാഗത്ത് മാത്രമാണ് ഇംബാലൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോർമോണിന് മാത്രമാണ് ഇംബാലൻസ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കും അതിൽ ഏറ്റവും ഫസ്റ്റ് അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൈമറി കോസ് വരുന്നത് ചിലപ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസിലോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഒന്നിന് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഹോർമോൺ മാത്രം ബാലൻസ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ബോഡിയിൽ ഹാർമോണിയും റിതമോ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ബോഡിയുടെ മെറ്റബോളിസം ഒന്നും ക്ലിയർ ആവില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാൻ, ഇപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഓൾ ഓവർ ദി മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നത് T3 T4 ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് പാരാതൈറോയിഡ്. നമ്മുടെ തോട്ടിലാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് പാരാതൈറോയിഡ്. നമ്മളെ കാൽസ്യത്തിന്റെ ലെവൽ ഉണ്ടാക്കുന്നത് അല്ല, നമ്മുടെ ബോൺ ഹെൽത്തിലൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. നെക്സ്റ്റ് വരുന്നത് അഡ്രീനൽ ഗ്ലാൻഡ്സ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ്സ് ഒരു എല്ലാവർക്കും നമ്മൾ കിഡ്നിന്റെ മുകളിലായിട്ട് കാണുന്ന, ബാക്കിലൊക്കെ ആയിട്ട് കാണുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ്സ്. നമ്മൾ സ്ഥിരമായി പറയുന്നത്, അതായത് നമ്മളെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പറയുന്ന ഒന്നാണല്ലേ കോർട്ടിസോള്. കോർട്ടിസോള് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ അഡ്രീനൽ ഗ്ലാൻഡ്സിലാണ്. നെക്സ്റ്റ് വരുന്നത് പാൻക്രിയാസ് ആണ്. നമുക്ക് ഇന്ന് കോമൺ ആയിട്ടുള്ള എല്ലാവരും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് കണക്കാക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രമേഹ രോഗം. ഈ പ്രമേഹ രോഗം, അതായത് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാസ്. അപ്പോൾ അതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഓവറീസ് ആണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓവറീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് അവള് ജനിക്കുന്നത് മുതൽ മരണം വരെ ഏറ്റവും കൂടുതൽ അവളെ നിയന്ത്രിക്കുന്നത്, അവളുടെ മൈൻഡിനെയും ബോഡിനെയും നിയന്ത്രിക്കുന്നത് ശരിക്കും എന്തായിരിക്കാം? ഈ ഒരു ഹോർമോൺസ് ആയിരിക്കാം. നെക്സ്റ്റ് വരുന്നത് ടെസ്റ്റിസില്. പുരുഷന്മാർക്ക് ആണെങ്കിൽ ടെസ്റ്റിസിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ്. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പുരുഷന്മാരിലും ഉണ്ട്, പക്ഷെ ലോ ലെവലിലായിരിക്കും. ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളിലും ഉണ്ട്, അതും സ്ത്രീകളിൽ ലോ ലെവലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പീനിയൽ ഗ്ലാൻഡ് ആണ്. അത് നമ്മുടെ സ്ലീപ്പിനെ നിയന്ത്രിക്കുന്നതാണ്. സ്ലീപ്പ് ആൻഡ് വെയ്റ്റ് റിതംസിനെ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ്സ്. അപ്പൊ നമ്മൾ ഹാർമോണി എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ബ്രെയിന്, നമ്മുടെ ബോഡി, നമ്മുടെ ഗ്ലാൻഡ്സ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒന്ന് കണക്ട് ചെയ്യുന്നതാണ് ശരിക്കും ഈ ഹോർമോൺസ്. അപ്പൊ ഈ ഹോർമോൺസിൽ വരുന്ന ഇംബാലൻസ് അത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ ബാധിക്കുന്നുണ്ട്. അത് അത് നിയന്ത്രിക്കുന്ന നമ്മുടെ ഓർഗൻസിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു ഇംബാലൻസ് പോലും നമ്മൾ ഇമോഷണൽ ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നമുക്ക് അതിലൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഹൈപ്പോതലാമസ് നമ്മുടെ ഓർഗൻസ്, നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഇത്രയും 9 ഗ്ലാൻഡ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞ, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, ഓവറീസ്, ടെസ്റ്റിസ് ആൻഡ് പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ ഹെഡ് ടു ഫുള്ള് ആയല്ലോ അല്ലെ? ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തിലേക്കുള്ള ഗ്ലാൻഡ്സും ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് ഇത് ഇംബാലൻസ് ആവണമെന്ന് നോക്കാം. നമുക്ക് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യമാണല്ലേ നമ്മുടെ ലൈഫ് സ്റ്റൈല് അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും ഒരു ഹോർമോണൽ ഇഷ്യൂ വരികയാണെങ്കിൽ, അത് ഷുഗർ അല്ലെങ്കിൽ നമുക്ക് പ്രമേഹ രോഗം, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ തൈറോയിഡിന്റെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്. അപ്പൊ നമുക്ക് ലൈഫ് സ്റ്റൈൽ റെഗുലേഷനിലൂടെയാണ് നമുക്കിത് ഫസ്റ്റ് ബാലൻസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കുന്നതാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ
അതിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? നമ്മുടെ ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യാം, നമ്മുടെ ഉറക്കം ഇൻക്ലൂഡ് ചെയ്യാം, കുടിക്കുന്ന വെള്ളം ഇൻക്ലൂഡ് ചെയ്യാം, നമ്മുടെ ചുറ്റുപാടുകൾ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലേ? അല്ലേ? യെസ് എക്സസൈസും ഉണ്ടല്ലോ. അതിന് ഫിസിക്കലി നമുക്കുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, മെന്റൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റിലൂടെയാണ് നമുക്ക് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻസ്, അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാതും വരും. പിന്നെ അതേപോലെയാണ് നമ്മുടെ ഉറക്കം. നമ്മൾ ഈ ഇംബാലൻസ് ആവുന്ന കാര്യങ്ങൾ പറയുന്ന ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ ഉറക്കമായിരിക്കും. എപ്പോഴും ക്ഷീണമായിരിക്കാം. ആ പേഴ്സണ് എപ്പോഴും ക്ഷീണമായിരിക്കാം. ഒന്നിനോട് താല്പര്യം ഉണ്ടാവില്ല, എപ്പോഴും മൂഡ് സ്വിങ്സ് ആയിരിക്കാം, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ബ്രെയിൻ ഫോഗ് ആയിരിക്കാം. ഓൾമോസ്റ്റ് ഒരു തൈറോയ്ഡ് ഗ്രന്ഥിന്റെ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും ഒരു ഭയങ്കര ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്ക് എപ്പോഴും ക്ഷീണാണ്, കണ്ണുകൾ എപ്പോഴും അടഞ്ഞു പോകുന്നുണ്ടാവും. എപ്പോഴും അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഉറക്കം തൂങ്ങിയിട്ടുള്ള ആൾക്കാരെന്ന് പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ അതേപോലെയാണ് അവർക്ക് ബോഡി പെയിൻ കൂടുതലായിരിക്കും. ഫിസിക്കലി ഒട്ടും ആക്റ്റീവ് ആയിരിക്കാൻ അവരെ കൊണ്ട് അവർക്ക് അതിനെ കുറിച്ചൊരു ബോധേ ഉണ്ടാവില്ല. അവരുടെ ഈ ഒരു ഭയങ്കര ഒരു പതിഞ്ഞ രീതിയിൽ അവർ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരേക്കാണ്. അതുപോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതൊക്കെ ഇതിലൊരു സിംറ്റംസ് ആയിട്ട്, ഇംബാലൻസ് ആവുന്ന സമയത്തുള്ള സിംറ്റംസ് ആയിരിക്കാം. ഞാൻ ഈ ബാലൻസ് ചെയ്യുന്ന കാര്യം ലാസ്റ്റ് പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് വുമൻസിനെയും മെൻസിനെയും ഇത് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇത്രയും കാര്യത്തിൽ പറഞ്ഞാല് നമുക്ക് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, തൈറോയ്ഡ് ഇതിലൊക്കെ പറഞ്ഞതിൽ മെയിൻ ആയിട്ട് നമ്മൾക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെ. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് T3 T4 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അത് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഇപ്പൊ കോമൺ ആയിട്ട് കേൾക്കുന്നതായിരിക്കും ഹൈപ്പോ തൈറോയിഡിസം. അപ്പൊ നമുക്ക് ഒരു ബോഡിയിൽ ഒരു മാറാത്ത സ്വെല്ലിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ബോഡി പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഡോക്ടർ ഇമോഷണലി അവർ ഭയങ്കര ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഇപ്പൊ കോമൺ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് TSHും T3യും T4ഉം. അതിൽ ചേഞ്ചസ് വരുമ്പോ എന്തുകൊണ്ടായിരിക്കാം? കാരണം നമ്മുടെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നത് ഇവിടെ വരുന്ന കുഞ്ഞു 2 ഗ്ലാൻഡ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഇറഗുലാരിറ്റിയിൽ പറഞ്ഞ സമയത്ത് ഞാനൊരു പേഷ്യന്റിന്റെ സ്റ്റോറി പറയാം. ആ ഒരു 54-55 ഏജ് ഉള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ കംപ്ലൈന്റ് ആയിട്ട് വരുന്നത് എപ്പോഴും എനിക്ക് ഉറക്കമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അവർക്ക് ഒന്നിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരാണ്. അപ്പൊ എപ്പോഴും ക്ഷീണാണ്, വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ, ഒരു ഹൗസ് വൈഫാണ്, വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കിങ്ങനെ കിടന്നാ മതി എന്നാണ്. അപ്പൊ നമ്മള് പിന്നെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷനിലും അവർ ഒട്ടും പരസ്പരം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അവർക്ക് എപ്പോഴും ദേഷ്യമാണ്, അവർക്ക് എപ്പോഴും സാഡ്നെസ് ആണ്, എല്ലാത്തിനെ കുറിച്ചും പരാതിയാണ്, ഒന്നിലും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അവരുടെ ഒരു ഇമോഷണൽ ലൈഫിൽ ഒന്നും ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് പേഷ്യന്റ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒരു ലേഡിയോട് സംസാരിക്കുമ്പോൾ അവർ എനിക്ക് ദേഷ്യമാണ്, അവർ പറയുന്നത് ഒരു പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക അവളുടെ ഇമോഷൻസിനെ ആയിരിക്കും. എനിക്ക് എല്ലാത്തിനോട് ദേഷ്യം വരുന്നു, എനിക്ക് ഒന്നിനോട് താല്പര്യം വരുന്നില്ല, എനിക്ക് ഭയങ്കര ക്ഷീണാണ്, അവരെന്റെ അടുത്തേക്ക് വരുമ്പോൾ പോലും എനിക്ക് ദേഷ്യം വരികയാണെന്നായിരിക്കും. നമ്മളൊരു പക്ഷെ അതൊരു സൈക്കോളജിക്കൽ കംപ്ലൈന്റ് മാത്രമായിട്ട് എടുക്കാതെ ഇങ്ങനെ വരുന്ന കേസ് നമുക്ക് ബോഡി വീക്ക്നെസ്, ഇത് ഇങ്ങനെ കോൺസെൻട്രേറ്റിംഗ് കിട്ടായി, ക്ഷീണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ ഹോർമോൺസ് അതും കൂടി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ അങ്ങനെ ഹോർമോൺസ് ചെക്ക് ചെയ്ത സമയത്താണ് T3ന്റെയും T4ന്റെയും ലെവല് ഭയങ്കര ലോ ആണ്, നോർമലിനേക്കാളും ഭയങ്കര ലോ ആണ് വരുന്നത്. അപ്പൊ TSHും ലോ ആണ്. അപ്പൊ TSH ആണല്ലോ, TSH പ്രൊഡക്ഷൻ കൂടുതലാവുമ്പോഴേ T3യും T4ഉം ഈക്വൽ ആയിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. TSHും കുറവാണ്, T3യും T4ഉം കുറവാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുത്തു. അതിന്റെ കൂടെ തന്നെ അവിടെ ലൈഫ് സ്റ്റൈല്, പിന്നെ ഫുൾ ബോഡി സ്വെല്ലിംഗ് ആണ്, കണ്ണിന്റെ പോളകൾ പോലും അവർക്ക് തുറക്കാൻ പറ്റാത്ത ഒരു വീക്ക്നെസ്. കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് അവർ ഇമോഷണലി ആണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴൊന്നും വീട്ടുകാർ ഇത് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏജിന്റെ ഓരോ ഇഷ്യൂസ്, പ്രീ മെനപ്പോസൽ, മെനപ്പോസൽ എല്ലാം ഇതിന്റെ ഒരു ഹോർമോണൽ ചേഞ്ചസിൽ നമുക്ക് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ ഒരു മൂഡ് റിലേറ്റഡ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണ് മൂഡ് റിലേറ്റഡ് ആയിട്ട്? നമുക്ക് മൂഡ് സ്വിങ്സ് കൂടുതലാണ്. അതേപോലെ തന്നെയാണ് മൂഡിനനുസരിച്ച് ചന്ദ്രൻ എപ്പോഴും അത് ഫേസ് മാറിക്കൊണ്ടേയിരിക്കുന്നതാണല്ലോ അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്ത്രീകളുടെ മൂഡും ചന്ദ്രനെ പോലെ
മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു മാസത്തിൽ തന്നെ നമുക്ക് എത്ര മൂഡുകൾ വരാറുണ്ട്. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനനുസരിച്ചിട്ട് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ. നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിന് ഇപ്പൊ ഇതിന് നമ്മളിപ്പോ ഹോർമോണൽ വെൽനെസിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ നമ്മൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിള് ഇത് വളരെ ഇമ്പോർട്ടന്റ്, വളരെ ഒരു പ്രാധാന്യം ഉള്ളൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിലാണ് നമ്മുടെ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണും കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പൊ ഈ കൂടും കുറയുക ചെയ്യുന്ന പറയുമ്പോൾ നമുക്കറിയാം മെൻസ്ട്രൽ സൈക്കിളിന് 4 ഫേസുകളാണ് വരുന്നത്. ഫോളിക്കുലർ ഫേസ്, പിന്നെ ഓവുലേഷന്, ലൂട്ടിയൽ ഫേസ് ആൻഡ് മെൻസ്ട്രൽ ഫേസ്. ഇപ്പൊ ഇതിന് ഫോളിക്കുലർ ഫേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓവം മെച്ചുവേർഡ് ആയിട്ട് വരുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് ഈസ്ട്രോജൻ നല്ല ഹൈ ആയിരിക്കും. ഇനി ഓവുലേഷന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പൊ ഏറ്റവും പീക്ക് എനർജി, ഏറ്റവും അവര് ആ ബോഡിയും മനസ്സും എല്ലാം അത്ര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഓവുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ട് ലൂട്ടിയൽ ഫേസിലേക്ക് വരുമ്പോഴേക്കും പ്രൊജസ്ട്രോൺ ആണ് കൂടുന്നത്. പ്രൊജസ്ട്രോൺ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിക്ക് ഒരു നിരാശ വരുന്ന സമയമാണ്. അതായത് എനിക്ക് ഓവുലേഷൻ നടന്നു, പക്ഷെ നമുക്ക് അവിടെ ഇത് വരുന്നില്ല, അവരുടെ നമുക്ക് എന്താ പറയാ പ്രഗ്നൻസി കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ബോഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രഗ്നൻസി, പക്ഷെ അവിടെ അത് വരാത്തത് കൊണ്ട് തന്നെ ബോഡിക്ക് ഒരു സങ്കടം വരിക എന്ന് പറയില്ലേ, ആ ഒരു ഫേസ് പ്രൊജസ്ട്രോൺ പെട്ടെന്ന് ഹൈ ആവും. അപ്പൊ നമ്മള് ഇനി ഓക്കെ ആ ഒരു സമാധാനത്തിലേക്ക് പോകുന്നു. മറ്റേ നല്ല എനർജി ആയിട്ട് നിന്നിരുന്ന ബോഡി പെട്ടെന്ന് കാമായിട്ട് പോയി തുടങ്ങും. അപ്പൊ അതിന് നമ്മളത് പ്രൊജസ്ട്രോൺ ഹൈ ആവുന്നതോട് കൂടിയിട്ട് ശരീരം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പീസ്, ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്താണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും മെൻസ്ട്രൽ പീരിയഡിലേക്ക് വരും. അപ്പൊ വീണ്ടും നമ്മുടെ ബോഡിക്ക് ഹോർമോൺസ് വീണ്ടും കുറയും. ബോഡി പെട്ടെന്ന് മൂഡിലേക്ക് ഭയങ്കര ലോ മൂഡിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോഴാണ് നമുക്ക് മെൻസസിന്റെ സമയത്താണ് പ്രത്യേകിച്ച് മൂഡ് സ്വിങ്സ് വരുന്നത്. കാരണം ആ സമയത്ത് ഹോർമോൺസ് ഒക്കെ ഭയങ്കര ലോ ആയിരിക്കും. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. ചെറിയ കാര്യത്തിന് പോലും ദേഷ്യം വരും. പിന്നെ മെൻസസിന്റെ പെയിന്, ഡിസ്മെനോറിയ കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോഴേക്കും ബോഡി വീണ്ടും വീക്ക് ആവും. അപ്പൊ അവർക്ക് മെന്റലിയും വീക്ക്നെസ് ആണ്, ഫിസിക്കലിയും വീക്ക്നെസ് ആണ്. അങ്ങനെയാണ് ഇതിന് വരുന്നത്. അപ്പൊ നമുക്കൊരു ചന്ദ്രനെ വെച്ചിട്ട് ഒരു സ്ത്രീയെ അളക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രന് ആ ഒരു 14 രാവ് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ശരിക്കും ഓവുലേഷന്റെ സമയം. 14-ാമത്തെ ദിവസം, 14, 15, 16 ആ ഒരു ദിവസങ്ങളാണ് ഓവുലേഷൻ. അപ്പൊ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയം പോലെ തന്നെയാണ് ഓവുലേഷന്റെ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന സ്ത്രീയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചന്ദ്രന് കുറഞ്ഞു വരുന്ന പോലെ തന്നെയാണ് പ്രൊജസ്ട്രോൺ ഹൈ ആയിട്ട് ഈസ്ട്രോജൻ കുറഞ്ഞിട്ട് വീണ്ടും ആ ഒരു സ്ത്രീയുടെ ചേഞ്ചസ് വരുന്നത്. അപ്പൊ നമ്മുടെ സ്ത്രീകളുടെ മൂഡും ചന്ദ്രനും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി പുരുഷന്മാരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ, ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോൺ, അവരുടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ ആക്ടിവിറ്റിനെ നിയന്ത്രിക്കുന്ന ഒന്നാണ് അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അവരുടെ എനർജിയും അവരുടെ ഹാപ്പിനെസിനും ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് നിയന്ത്രിക്കുന്നത്. ഇപ്പോ ടെസ്റ്റോസ്റ്റിറോൺ നമ്മൾ ഈ ഹാപ്പിനെസ്സിൽ മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ പ്ലഷറോ അല്ലെങ്കിൽ വിഡോവിന് മാത്രമല്ല. എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. നമുക്കൊരു 25 ഇയറേ ആയിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് 1 ഇയർ ആണ്, 1 ഇയർ ആയിട്ടുള്ളൂ. ഇപ്പൊ വൈഫിനാണെങ്കിൽ PCOD കേസും ഉണ്ട്, ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ ലോ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. വൈഫിന് മാത്രമാണ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സെമൻ അനാലിസിസ് ചെയ്ത സമയത്ത് സെമനിന്റെ കൗണ്ട് നോർമലാണ്. പക്ഷെ അപ്പോഴും ഈ പുരുഷന് നല്ല വെയിറ്റ് വെച്ച് വരുന്നുണ്ട്, ഭയങ്കര ബോഡി വീക്ക് ആവുന്നുണ്ട്. അവർക്ക് എപ്പോഴും ക്ഷീണാണ്. അവരൊരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തണം. അപ്പൊ അവർക്ക് ഓടിച്ചാടി നടക്കുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് ക്ഷീണം വരുന്നുണ്ട്. ഫസ്റ്റ് വിചാരിച്ചു ഷുഗർ അല്ലെങ്കിൽ പ്രമേഹമാണെന്ന് വിചാരിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്തു. പിന്നെ ഈ ഇൻഫെർട്ടിലിറ്റി കേസ് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ഇൻഫെർട്ടിലിറ്റി കേസ് ആണെന്ന് വിചാരിച്ചിട്ട് അതിൽ സെമൻ അനാലിസിസ് ഒക്കെ ചെയ്തു. ലാസ്റ്റ് ആണ് പുരുഷന്റെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ടെസ്റ്റോസ്റ്റിറോൺ വളരെ ലോ ആയിരുന്നു. അപ്പൊ ആ ടെസ്റ്റോസ്റ്റിറോൺ ലോ ആയതുകൊണ്ട് തന്നെ ആ പുരുഷന് നോർമൽ ആയിട്ട് എനർജറ്റിക് ആയിട്ട് നടക്കേണ്ട ആ ഒരു സമയം 25 ഏജ് എന്ന് പറയുമ്പോൾ എത്ര ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു പ്രായമാണല്ലോ പുരുഷന്. അപ്പൊ ആ ഒരു സമയത്ത് അയാൾക്ക് വേണ്ട ഒരു എനർജി പോലും അവർക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് ടെസ്റ്റോസ്റ്റിറോൺ ഇത്ര ലോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മള് പ്രത്യേകിച്ച് മലപ്പുറം സൈഡിലൊക്കെ, മലബാർ ഏരിയയിലൊക്കെ കഴിക്കുന്ന ഭക്ഷണം, മന്തി, ആ ഒരു അൽഫാം,
കാരണം ഈ ഒരു ന്യൂജൻ ഹെൽത്തി ന്യൂജൻ ലൈഫ് സ്റ്റൈലിന്റെ വ്യത്യാസമാണല്ലോ കുറെയൊക്കെ. അപ്പൊ ആ ഒരു ലൈഫിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പൊ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ കൊണ്ടുവന്നത്. അപ്പോഴേക്കും തന്നെ ടെസ്റ്റോസ്റ്ററോണിന്റെ ചേഞ്ചസ് വിത്ത് മെഡിസിൻ ആണ് കേട്ടോ. വിത്ത് മെഡിസിൻ നമുക്ക് ടെസ്റ്റോസ്റ്ററോണിന്റെ ചേഞ്ചസ് നമുക്ക് അത് ഹൈ ആക്കി കൊണ്ടുവരാനും കൂടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഓവർ വെയിറ്റ് വരുന്ന സമയത്ത്, വീക്ക്നെസ് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അഡ്രസ് ചെയ്യാം. അപ്പൊ പുരുഷന്മാരിൽ പലപ്പോഴും നമ്മൾ അത്ര ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവല് പെട്ടെന്നൊന്നും അഡ്രസ് ചെയ്യൂല. ഒട്ടും ഏറ്റവും ലാസ്റ്റ് ഒക്കെ ആയിരിക്കും. കാരണം നമ്മൾ വേറെ ഇതൊക്കെ നോക്കി, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ നോക്കി, ഇതിന്റെ ഇൻഫെർട്ടിലിറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കി, നമ്മുടെ മറ്റേ ഷുഗർ, അത് പ്രമേഹം, അത് ഇൻസുലിന്റെ അതിന്റെ നോക്കി, അതിലൊന്നും നമുക്ക് ഇത് വരുന്നില്ല. ലാസ്റ്റ് ആണ് നമ്മൾ നമുക്ക് അത്ര കോമൺ അല്ലാത്ത ഒന്നാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എവിടെയും ഇതുവരെ അഡ്രസ് ചെയ്യണമെങ്കിൽ എപ്പോഴും കേൾക്കാത്ത ഒന്നാണല്ലേ. ഇപ്പൊ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് PCOS, ഇപ്പൊ ഹോർമോണൽ ഇംബാലൻസ് പെൺകുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ കൂടുതലാണ്. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീകളിൽ പറയുമ്പോൾ PCOS എന്ന് നമുക്ക് പറയാം. തൈറോയിഡിന്റെ പോലെ തന്നെയാണ് നമ്മളിപ്പോ മെൻസ്ട്രൽ സൈസ് പറഞ്ഞില്ലേ, ആ സമയത്തുള്ള ഹോർമോൺസിൽ ഇംബാലൻസ് വരുന്നതുകൊണ്ട് തന്നെയാണെങ്കിൽ ഓവറിയിൽ കുമിളകളും കാര്യങ്ങളും രൂപാന്തരപ്പെടുന്നത്, മെറ്റബോളിസം ലോ ആയിട്ട് രൂപാന്തരപ്പെടുന്നതാണ് PCOS ഒക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് പെൺകുട്ടികളിൽ വരുന്ന ഇമോഷണൽ ആൻഡ് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് ഗെയിന്, ഫിസിക്കലി ചേഞ്ചസ്, മുഖത്തുള്ള കുരു, ഇവിടെയുള്ള കറുത്ത പാടുകൾ, അമിത രോമ വളർച്ച, ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇവരുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യപ്പെട്ടിരുന്നത് 18 വയസ്സുള്ള ആ ഒരു പെൺകുട്ടികൾ വളർന്നു വരുന്ന ഒരു സമയത്തായിരുന്നു PCOS ഒക്കെ കൂടുതലായിട്ട് കണ്ടിരുന്നത്. അവരുടെ ആ ഒരു ഹോർമോണൽ ചേഞ്ചസിന്റെ സമയത്തും അവരുടെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്ന ആ സമയത്തായിരുന്നു കൂടുതലായിട്ട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പ്രൈമറി അല്ല, സെക്കൻഡറി ആണ്. അതായത് നമ്മളൊരു കൂടുതലായിട്ട് കേസുകൾ വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് അവരുടെ ഒക്കെ നോർമൽ ആയിരിക്കും. അവര് ഫസ്റ്റ് ബേബി ഉണ്ടായിട്ടുണ്ടാവും. രണ്ടാമതൊരു ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി പോലെ തന്നെ സെക്കൻഡറി ആയിട്ട് PCOS കേസുകൾ. അതായത് അവര് കുറെയൊക്കെ ഈ നമ്മുടെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, മീൻസ് ഹൗസ് വൈഫുകളായിട്ട് നിൽക്കുന്ന, നമ്മളൊരു സ്കൂൾ സമയത്തൊക്കെ ആക്റ്റീവ് ആയിട്ട് നിന്നിരുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും. ഭയങ്കര ആക്റ്റീവ്, ഫിസിക്കലി നല്ലോണം സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആയിട്ട്, ഇമോഷണൽ ഭയങ്കര ഇങ്ങനെ ഓടിക്കളിച്ച് തുള്ളിച്ചാടി നടന്ന പെൺകുട്ടികള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടി ആയതിനു ശേഷം അവർ കംപ്ലീറ്റ്ലി വീട്ടിൽ ഒതുങ്ങി പോകുന്ന ഒരുപാട് ഹൗസ് വൈഫുകളുണ്ട്. പക്ഷെ അവരിത് അഡ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അവർ ആ ലൈഫിനോട് സെറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ഹോർമോൺസ് ഇത് അഡ്രസ് ചെയ്യുന്നുണ്ടാവും. കാരണം അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു പക്ഷെ കുറഞ്ഞിട്ടുണ്ടാവും. അവരുടെ മൈൻഡ് അത്രയും എനർജറ്റിക് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതിൽ നിന്നും അവർ ഭയങ്കര ഡള്ളായിട്ട്, വെറും അവർ കാണുന്ന സറൗണ്ടിങ്സ് കുറവാണ്, എക്സ്പ്ലോറേഷൻ കുറവാണ്. അപ്പൊ അവരുടെ ഹോർമോൺസും അത്ര രീതിയിൽ അവർക്കാണ് ഹൈ ആയിട്ട് ഫുള്ള് എനർജറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഹോർമോൺസിൽ പിന്നെ അവിടെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ ആ ഹോർമോൺസ് എന്താവും, അവിടെ ഡള്ളായി പോകും. പിന്നെ ആ ഹോർമോൺസിന്റെ ആവശ്യം വരുന്നത് ഒരു പക്ഷെ അവരുടെ ഒരു പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഇവർക്ക് ഇൻഫെർട്ടിലിറ്റി കേസായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഹോർമോൺസ് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബേബി ഉണ്ടായിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ട് സെക്കൻഡ് ബേബിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഇവർക്ക് ബേബി ഉണ്ടാകുന്നില്ല. അപ്പൊ ഹോർമോൺസ് നോക്കുന്ന സമയത്തായിരിക്കും PCOS, തൈറോയിഡിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോഴാണ് ഇത് ഇത്ര ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ, ഞങ്ങള് ചിലപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നോർമൽ തന്നെയൊക്കെ ആയിരിക്കാം, പക്ഷെ അവരുടെ ഇമോഷൻസിന് അവരുടെ എനർജി ലെവൽ അവിടെ കുറവാണ്. കാരണം അത്രയും ആക്റ്റീവ്. എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട്, ഞാനൊരു 26-27 ഇപ്പൊ കല്യാണം പ്ലസ് ടു കഴിഞ്ഞ് 20-21 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അവർ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ കല്യാണം കഴിയുന്നത്. വിത്തിൻ 1 or 2 ഇയറിന്റെ ഉള്ളിൽ ഇവർ ഫസ്റ്റ് ബേബി ഉണ്ടാകുന്നു. അപ്പൊ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് ഹോർമോൺസ് ഉള്ള സമയത്ത് ഇവർക്ക് ഫസ്റ്റ് ബേബി ഉണ്ടാകുന്നു. പിന്നെ അവർ ഈ ബേബിന്റെ കൂടെയാണ് ഇവർ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ്നെസ് കുറയുന്നുണ്ട്, ഫിസിക്കൽ ഹെൽത്ത് കുറയുന്നുണ്ട്. കാരണം സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നടന്നു പോകുന്ന കുട്ടികളുണ്ടാവും, ഒരുപാട് ഡാൻസ്, ഓരോരോ ആക്ടിവിറ്റീസിൽ ഇവർ എനർജറ്റിക് ആയിട്ട് ആക്റ്റീവ് ആവുന്ന ഒരു ടൈമല്ലേ. അപ്പൊ ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ഈ പെൺകുട്ടികൾക്ക് സെക്കൻഡറി ആയിട്ട് ഇത് വരുമ്പോഴാണ് ഞങ്ങൾ പ്രത്യേകിച്ച് അവരിതിനെ അഡ്രസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. അവരറിയാതെ അവരുടെ മെറ്റബോളിസം ലോ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇത് എല്ലാ ഏരിയയിലും നമ്മള് ഈ PCOS, തൈറോയിഡ് എന്ന് മാത്രമല്ല എല്ലാ ഏജിലും, ഇപ്പൊ ഇത് കുറച്ചങ്ങോട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പ്രീ മെനപ്പോസൽ സ്റ്റേറ്റ്, ഒരു 30 ഏജ് കഴിയുമ്പോഴേക്കും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരുപാട് 30-35 കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു പ്രീ മെനപ്പോസൽ സ്റ്റേജിലേക്ക് ഈ സ്ത്രീകൾ വരും.
അപ്പോഴും ഈ ഒരു ഹോർമോണൽ ഇഷ്യൂസ് ഇവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതും കഴിഞ്ഞിട്ട് മെനപ്പോസിന്റെ ഒരു ടൈമിൽ അപ്പൊ നമ്മുടെ എല്ലാ ഹോർമോൺസും പറ്റ ലോ ആയി, ബോഡി നല്ല വീക്കായി, ഒന്നിനോട് ഒട്ടും താല്പര്യമില്ല, സെക്ഷൽ ലൈഫിനോട് തീരെ താല്പര്യമില്ല, എല്ലാ കുഞ്ഞുങ്ങളോട് ദേഷ്യം, ഹസ്ബൻഡിനോട് ദേഷ്യം, മെന്റൽ ഇറിറ്റബിലിറ്റി, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, എപ്പോഴും ഇവർക്ക് ആദി, പേടി, അവർക്ക് അവരെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഇതിലൂടെ ആയിരിക്കും ഈ മെനപ്പോസിന്റെ സമയത്ത് സ്ത്രീകൾ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മെനപ്പോസൽ സിൻഡ്രോം, ഇത് പീരിയഡ്സ് ഒക്കെ സ്റ്റോപ്പായി, മെൻസസ് ഒക്കെ സ്റ്റോപ്പായി, അവരെ ഏജിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു 45-50 ഡിപ്പെൻഡ് ആണ്. 45 നമ്മൾ ആ മെനപ്പോസിലെ ടൈം പറഞ്ഞാലും ഇപ്പോൾ ചില ആൾക്കാർക്ക് നേരത്തെ 35 കഴിയുമ്പോൾ തന്നെ മെൻസസ് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ അവരിലൊക്കെ ഈ ഒരു ഇംബാലൻസ് വളരെ കൂടുതലാണ്. കാരണം അവർക്ക് പിന്നെ ഹോർമോൺസിന്റെ ഒരു ഇത് വരുന്നില്ലല്ലോ. അവർക്ക് ഓവറിയിൽ പിന്നെയും വീണ്ടും ഓവുലേഷന്റെ ഈസ്ട്രോജന്റെ പ്രൊജസ്ട്രോണിന്റെ ഒക്കെ ഇംബാലൻസ് വരികയാണ്. കാരണം അവർക്ക് പിന്നെ അത്രയും പിന്നെയുള്ള കാലങ്ങളിലേക്ക് ഓവുലേഷൻ വരുന്നില്ല, ഒന്നും വരുന്നില്ല. അപ്പൊ ആ ഒരു ഇംബാലൻസ് അവരുടെ കംപ്ലീറ്റ് ഹെൽത്തിൽ നമുക്ക് പ്രതിപാദിക്കുന്നുണ്ടാവും. പിന്നെ ഈ പോസ്റ്റ് മെനപ്പോസിന്റെ ടൈമിൽ അവര് അവർക്ക് ഒരു പക്ഷേ ഫിസിക്കലി അവർക്ക് വലിയ ചേഞ്ചസ് കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇമോഷണലി അവര് എന്താണ് അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമുക്കിതിൽ ഹോർമോണൽ ഇംബാലൻസ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത് ഒരു ഹോർമോൺ എന്ന് പറഞ്ഞത് അത്രയും വളരെ ചെറുതായിട്ട് ഉണ്ടാക്കുന്ന ഒരു രാസവസ്തു ആണെങ്കിൽ കൂടി ആ ഒരു കംപ്ലീറ്റ് ബോഡിന്റെ ഇമോഷണലെയും ഫിസിക്കലിയും നിയന്ത്രിക്കുന്നത് എന്താണ്? ഈ ഹോർമോൺസ് ആണ്, നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. നമുക്ക് ഇതിന് എന്താ പറയാ ഒക്കെ എല്ലാം ഇത് ഡിപ്പെൻഡഡ് ആണ്. എവിടെയെങ്കിലും വരുന്ന ഒരു ചെറിയ പാളിച്ച പോലും ഇതിനെ മൊത്തത്തിൽ അഫക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോ ഇനി നമുക്കിത് പറയാനുള്ളത് നെക്സ്റ്റ് ചേഞ്ചസ്, ഇതെങ്ങനെ നമ്മൾ ഇതിനൊക്കെ ചേഞ്ച് ചെയ്യാം. നമ്മൾ ഫസ്റ്റേ നമ്മൾ പറഞ്ഞില്ലേ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണം, അതേപോലെ തന്നെ നമ്മുടെ വെള്ളം, ഇത്ര ഡെയിലി നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്. കാരണം നമ്മൾ എപ്പോഴും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും ഹോർമോൺസ് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ എനർജി കിട്ടാനല്ലേ. മെറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിനെ എപ്പോഴും എനർജി ആൻഡ് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സും ആ എനർജി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു സറൗണ്ടിങ്സ് ആണെങ്കിൽ നമ്മുടെ ബോഡി നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം കൂടും, ഹോർമോൺസ് ബാലൻസ് ആവും, നമ്മൾ ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയിട്ടിരിക്കും. നമുക്ക് ഈ സ്ട്രെസ്, ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ കുറയ്ക്കാം, നമ്മുടെ മൂഡ് തിങ്സിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, സ്ലീപ്പിനെ. പിന്നെ ഏറ്റവും മെറ്റബോളിസത്തിൽ ഇമ്പോർട്ടന്റ് ആണ് സ്ലീപ്പ്. ഒരു മിനിമം ഒരു 7 hours എങ്കിലും ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ ബോഡിക്ക് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. റെസ്റ്റ് എപ്പോഴാണ് കിട്ടുക? നമ്മൾ ഉറങ്ങുമ്പോഴാണ് കിട്ടുക. അപ്പോ ഈ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സ്ലീപ്പിലും വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പിന്നെ ന്യൂട്രീഷണൽ വാല്യൂ. ഞാൻ മൈക്രോ ന്യൂട്രിയൻസിന്റെ കാര്യം പറഞ്ഞ സമയത്ത് വൈറ്റമിൻ ഡിന്റെയും ഓരോരോ കുഞ്ഞു വൈറ്റമിൻസിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്കറിയാം അത് എത്ര മൈന്യൂട്ട് ആണെന്നുണ്ടെങ്കിലും ബോഡിക്ക് മൈന്യൂട്ട് ആയിട്ടാണ് ആവശ്യമെങ്കിലും അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഹോർമോൺസ്. നമ്മൾ ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഭക്ഷണം ഡെയിലി ഇൻടേക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ബോഡി നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാണ്, ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാണ്, ഒട്ടും ഫൈബർ ഇല്ലാത്ത ഭക്ഷണം കഴിക്കാണ്, ഒട്ടും പ്രോട്ടീൻ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ ബോഡി ആ രീതിയിലാണ് നമ്മളോട്, നീ എനിക്ക് ഇതിലേ തന്നിട്ടുള്ളൂ, ഞാൻ നിനക്ക് ഇതാ തരുന്നത് എന്നുള്ള രീതിയിൽ ബോഡി നമ്മളോട് പറയുള്ളൂ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രിയൻ വാല്യൂ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ പറ്റ ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോർമോൺ ആണ്, നമുക്കത് എന്തായാലും ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മെഡിസിൻസ് ആവശ്യമായിട്ട് വരും. അപ്പൊ ആ സമയത്ത് മെഡിസിൻസ് ഡോക്ടറെ കാണിക്കാം. നമ്മളെ കൊണ്ട് പറ്റാത്ത എന്തായാലും ഇതൊക്കെ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോർമോൺസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ അത്ര ലോ ആണെങ്കിൽ അത്ര ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും നമുക്ക് മെഡിസിൻസ് ആവശ്യമായിരിക്കും. അപ്പൊ മെഡിസിൻസ് കൊണ്ട് മാത്രമായിരിക്കും വിത്ത് ഈ ചേഞ്ചസ് നമുക്ക് മെഡിസിൻസും കൂടി നമുക്കിത് ബാലൻസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ചെറുതായിട്ടുള്ള ഒരു രൂപരേഖ തരുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ, എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്.
അനിത സർ? നല്ലൊരു സെഷൻ ആയിരുന്നു. സാധാരണ നമുക്ക് ഈ ഒരു മോർണിംഗ് സർക്കിളിലൊക്കെ എങ്ങനെ ഒരു ഹോർമോണിനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിലും പക്ഷെ അതിനെ കുറിച്ച് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു. കാരണം ഈ ഒരു ഹോർമോൺ പുരുഷന്മാരെ സംബന്ധിച്ച് ചിലപ്പോ സ്ത്രീകൾക്ക് ഇത് അനുഭവിക്കുന്നത് കൊണ്ടും ആ ഒരു പീരീഡ്സ് ഇതൊക്കെ അറിയാം, അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ പുരുഷന്മാർക്ക് എന്താണ് ആ സമയത്ത് അവരങ്ങനെയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ്. ഏതായാലും അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഇന്നിവിടെ കിട്ടി. പിന്നെ അതേപോലെ ഇതിൽ നമുക്ക് ഒരുപാട് പിന്നെ ഹോർമോണിനെ ഒക്കെ കുറിച്ച് വിശദമായിട്ട് മാം പറഞ്ഞു, ഓരോന്നായിട്ട് തന്നെ. അതിൽ കോർട്ടിസോൾ, അതേപോലെ സെറാട്ടോൺ, മെലാറ്റോൺ, ഇൻസുലിൻ, എസ്ട്രോജൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള വിശദമായിട്ടുള്ള ഓരോ കാര്യങ്ങളും, പിന്നെ അതെങ്ങനെയാണ് ഹോർമോൺ ഇംബാലൻസ് സിംറ്റംസുകൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അത് ബാധിക്കുന്നത്, ഏകദേശം ഓവറോട് നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ അതേപോലെ മാം ഒരു കേസ് ഷെയർ ചെയ്തത്, ആ കേസൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം എനിക്കൊരു മുമ്പ് ഒരു കേസ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു കപ്പിൾസ്, രണ്ടുപേർക്കും 31-32 വയസ്സ്, പ്രണയ വിവാഹമായിരുന്നു. 8 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞൊരു കുട്ടികളില്ല. രണ്ടുപേരും ഇവിടെ UAE തന്നെ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ ഒരു വന്നിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ ഞാൻ ചോദിച്ചു 8 വർഷമായിട്ട് നിങ്ങൾ കുട്ടികളില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഈ പെൺകുട്ടി പറയാണ്, ഈ 8 വർഷത്തിൽ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് സെക്ഷൽ 4 തവണ മാത്രമാണ്. അപ്പോ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പോ പുള്ളിക്കാരൻ എന്തോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പുള്ളിക്കാരനുമായിട്ട് ഇത് റിലേറ്റഡ് ആയി സംസാരിച്ച് പറഞ്ഞ എനിക്ക് അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്, ഞാൻ അത് ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്യാനും പോകുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് ഇവിടുത്തെ UAE തന്നെ ഒരു കൺസൾട്ടന്റ് അവരെ കൊണ്ടുപോയി നോക്കുന്ന സമയത്ത് ഈ ഹോർമോണിന്റെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ആണ് അവിടെ ഉള്ളത്. കാരണം പുള്ളിക്കാരൻ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് വിചാരിക്കും, ഒരു ഇന്നർ ഫീലിംഗ്, ആ ഒരു പ്രശ്നങ്ങളുള്ളൂ. ഇതാണ് ഇവരെ പ്രശ്നം. ഇതേപോലെ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ലൈഫിലുണ്ട്. ഇപ്പൊ മാം നേരത്തെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ ഒരു കേസ് കൂടി ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ഫാമിലി കേസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫൈനലി ഒരു ടച്ച് പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കായിരിക്കും, ഹോർമോൺ ഇഷ്യൂസ് ആയിരിക്കും. ഏതായാലും അതുകൂടി ഇവിടെ ഷെയർ ചെയ്തുകൊണ്ട് വളരെയധികം ഉപകാരപ്പെട്ടു. എനിക്ക് വളരെയധികം മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളും പറയട്ടെ. താങ്ക് യു. സാർ, താങ്ക് യു സാർ. ഞാനൊരു ടെസ്റ്റോസ്റ്ററോണിന്റെ കാര്യം പറയാൻ പോകുന്നത്, നോർമൽ ആയിട്ട് നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് PCOD, തൈറോയ്ഡ്, PCOD, തൈറോയ്ഡ്. അപ്പൊ സ്ത്രീകൾക്ക് ഒരു പക്ഷേ ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിവായിരിക്കും, കാരണം ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. പക്ഷെ ഈ പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ചിട്ടോ അവരുടെ ഹോർമോണൽ ഇംബാലൻസിനെ കുറിച്ചിട്ടോ എവിടെയും പറയാറില്ല. ആരും അത് അത്ര പറഞ്ഞ് കേട്ടിട്ടും വളരെ കുറവായിരിക്കും. ഞാൻ അങ്ങനെ പൊതുവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒട്ടും കാണാത്ത ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് അതെ, എനിക്ക് ശ്രദ്ധിക്കാറില്ല ആരും, ആ ഭാഗത്തേക്ക് പോവില്ല. എല്ലാം പെൺകുട്ടികളുടെ ഭാഗത്താണ് പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പോവുക. പക്ഷെങ്കിൽ ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കൗൺസിലർ എന്ന നിലയിൽ രണ്ട് ഭാഗം കൂടി നോക്കുന്ന സമയത്ത് അവിടെ ആളുകൾ ശ്രദ്ധിക്കുക, ഈ പ്രശ്നം ആർക്കാണുള്ളത്, ഈ ഒരു റീസൺ ഈ ഒരു അവരെ ഫാമിലി കോൺഫ്ലിക്റ്റിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോഴേക്കും ആരെ ഭാഗത്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. ഈ പെൺകുട്ടിക്ക് മെയിൻ ആയിട്ട് ഒരു കുട്ടി ഇല്ല എന്നുള്ളതാണ്. ആ കുട്ടി എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് അയാൾക്കത് പ്രശ്നമല്ല. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അവരെ ബാധിക്കുന്നില്ല, അവള് പോവാണ് പോയിക്കോട്ടെ എന്നുള്ളത്. പക്ഷെ ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് അവർ പ്രണയിച്ചു എന്നുള്ളത്. 5 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. എന്നിട്ടാണ് പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പിന്നെ ഇതിലേക്ക് പോയത്. ചെറിയ ചെറിയ ഈ ഒരു തെറ്റിദ്ധാരണ, അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ്. ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്നോ ഒരു ഹോർമോണിന്റെ പ്രശ്നമാണോ ഇതിനെപ്പറ്റി ഒന്നും അയാൾക്ക് എവിടെയില്ല. ചെറുപ്പക്കാരനാണ് പറഞ്ഞിട്ട് കാര്യം. ഇതേപോലെ നമ്മുടെ ചുറ്റുപാടത്ത് ഇങ്ങനത്തെ ആളുകൾ കുറെ ഉണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത. ആ പെൺകുട്ടിക്ക് നല്ല ഇതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ അവൾ എന്ത് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുന്നില്ല. അതൊക്കെ നിന്റെ ധാരണ മാത്രമാണ് എന്നുള്ളതാണ്, തെറ്റായിട്ടുള്ള ധാരണകൾ മാത്രമാണ്. ഓക്കെ, ബാക്കിയുള്ളവർ ഇടപെട്ടോട്ടെ. ഇതിപ്പോ സാറ് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയാറുണ്ട്. നമ്മൾ സ്കൂൾ മുതലേ നമുക്കിത് പറഞ്ഞു കൊടുക്കണം എന്ന് പറയും. ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടാവും, ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും, ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പിന്നെ അവളുടെ ഒരു ഹോർമോണൽ ചേഞ്ചസിനെ കുറിച്ചിട്ടും ബോഡിയിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടും അവള് അനുഭവിക്കാൻ പോകുന്ന ഇമോഷണൽ ആൻഡ് മെന്റൽ ചേഞ്ചസിനെ കുറിച്ചിട്ടൊക്കെ അവൾക്ക് ഒരു പക്ഷെ പറഞ്ഞു കൊടുക്കാൻ അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സിന്റെ ഇടയിലെങ്കിലും അവർ തമ്മിൽ പറയുന്നുണ്ടാവും. ഈ പുരുഷന്മാരുടെ ഇടയിൽ ഒരു പക്ഷെ അവർക്കും ഇതേപോലെ എപ്പോഴാണ് ഹോർമോണൽ ചേഞ്ചസ് വരുന്നത്, അവർക്ക് ഉണ്ടാകുന്ന ഹോർമോൺസിന്റെ അത് അഫക്ട് ചെയ്യുന്ന മെന്റൽ ഇതിലേക്ക് വരുന്നതും അവർ പക്ഷെ എനിക്കറിയില്ല കേട്ടോ, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കോമൺ ആയിട്ട് അവർക്കത് അതിന്റെ ഒരു എഡ്യൂക്കേഷന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. എപ്പോഴും സ്ത്രീകൾക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ബോത്തായിട്ടും രണ്ടുപേർക്കും ഹോർമോൺസിനെ കുറിച്ചിട്ടും അവരുടെ ബോഡിനെ കുറിച്ചിട്ടും അവരിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഒക്കെ അവരെ ആ ഇമോഷൻസിനെ അല്ലെങ്കിൽ ആ ഹോർമോൺസിനൊക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം,
എന്നുള്ള രീതിയിലൊക്കെ ബോത്ത് നമുക്ക് ആ ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ഈ നമ്മുടെ സിലബസിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്കൂളുകളിലെങ്കിലും ഇതിനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ കൊടുക്കാനുള്ള ഒരു ഇത് നമ്മുടെ ഇതിലേക്ക് എത്തണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ അതിനെ കുറിച്ച് അഭിപ്രായമുണ്ട്? കാരണം നമ്മൾ PCOD PCOS ഒക്കെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഒക്കെ ഇഷ്ടം പോലെ നമ്മളിപ്പോ കേൾക്കുന്നുണ്ട്. പക്ഷെ പുരുഷന്മാരിൽ വരുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും കേൾക്കുന്നില്ല. അപ്പൊ അവർക്ക് ഇതുപോലെ അറിയാൻ ത്വര ഉണ്ടാവും, പക്ഷെ അവർ എത്തിപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ഒരു പക്ഷെ അത് അതിന്റെ ഒരു വേറെ ലെവലിലേക്കായിരിക്കും, നെഗറ്റീവായിട്ടായിരിക്കും അവർ എത്തിപ്പെടുന്നുണ്ടാവും. അപ്പൊ ഒരു പക്ഷെ ഒരു എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് അവർ വേണ്ട സമയത്ത് അവർക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷെ അവർ വേണ്ടാത്ത രീതിയിലേക്കോ അല്ലെങ്കിൽ ആ ബോഡി ഹെൽത്തി ആയിട്ട് ഈ ആ ഒരു ഓവർ പ്ലഷറിന് വേണ്ടിയിട്ട് മറ്റു പല വസ്തുക്കൾ യൂസ് ചെയ്യാത്ത രീതിയിൽ അതൊരു ഹെൽത്തി കണ്ടീഷനിലേക്ക് കൊണ്ടുപോകാൻ ബോഡിയൊക്കെ അവർ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു ചെറിയ പ്രായം മുതൽ തന്നെ ശ്രമിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി എനിക്കുണ്ട്. നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായം ഉണ്ടോ? അത് തന്നെയാണ് കാരണം പുരുഷന്മാർക്ക് എന്നാൽ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാല് നമ്മളെയൊക്കെ ഒരു നാച്ചുറൽ ആയിട്ട് ടോക്കിംഗ് വേ എന്ന് പറഞ്ഞാൽ അവര് പുറത്തുനിന്ന് പഠിച്ചോളും, അവരെ പുറത്തിറങ്ങി നടക്കുന്നവരാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് പണ്ട് മുതലേ ഉള്ളത്. ആ കൺസെപ്റ്റിന് ഇപ്പോഴും മാറിയിട്ടില്ല. ആൺകുട്ടിക്ക് പൊതുവെ സൈക്കോ ഈ ഒരു സെക്ച്വൽ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടുന്നില്ല അവിടുന്ന്. അവര് വീഡിയോസ് കാണുമ്പോൾ മാം പറഞ്ഞതുപോലെ തെറ്റായിട്ടുള്ള ആ ഒരു വേലിൽ കൂടെ പല മേഖലയിലേക്ക് ഇവർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്താണ് കല്യാണം കഴിയുന്ന ആ സമയത്ത്, മുമ്പൊക്കെ ഞാനൊക്കെ ചെറുപ്പമുള്ള സമയത്ത് എനിക്കറിയാം, അന്ന് കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് ഫസ്റ്റ് നൈറ്റ് തുടങ്ങുന്ന തലേന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയാം, ഒരു ക്ലാസ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഞാനൊക്കെ മാറി നിന്ന് കണ്ടത് പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് എനിക്കറിയില്ല. അപ്പൊ ആ ഒരു സമയത്ത് ക്ലാസ് എടുത്തു കൊടുക്കുക. കാരണം കല്യാണത്തിന് ഒന്നും ആവില്ല, കല്യാണത്തിന് തലേന്നൊക്കെ കുറഞ്ഞ ആൾ മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ക്ലാസ് എടുക്കുന്നു. ആ ഒരു എഡ്യൂക്കേഷൻ മാത്രമേ അന്നൊക്കെ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള ഇപ്പോഴത്തെ കാലത്ത് തന്നെ സോഷ്യൽ മീഡിയ വളർന്നു, ഡിജിറ്റൽ വേൾഡ് ആയി, ഒരുപാട് അറിവുകൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടും, അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ധാരണയിലേക്കും വന്നു. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പല രീതിയിലേക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന് 13 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ആ പാരന്റ് സംശയത്തോട് കൂടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്, അത് ഈ ഒരു മാസ്റ്റർബേഷൻ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത്. ഇവിടെ കുട്ടിയുമായിട്ട് സംസാരിച്ച സമയത്ത് കുട്ടിക്കിന്റെ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 16-17 സൈറ്റുകളിൽ കുട്ടി ഈ ഒരു VPN ഓൺ ആക്കിയിട്ട് കയറിയിട്ടുണ്ട്. അതിന് മൊത്തം കുട്ടി സെർച്ച് ചെയ്തിട്ടുള്ളത് സെക്ച്വൽ റിലേറ്റഡ് പോൺ വീഡിയോസ് ആണ്. അപ്പൊ ആൺകുട്ടി ഇതിനെ പറ്റി അവനില്ല, കൂട്ടുകാരെന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് ആ ധാരണക്കൂടെ അവൻ അതിൽ അഡിക്റ്റ് ആയി. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പഠനത്തിന് പ്രശ്നമായി, വീട്ടിലെ പ്രശ്നങ്ങളായി, ചോദ്യം ചെയ്ത വീട്ടിൽ അടിയായി, ഇതൊക്കെ. അപ്പൊ ആൺകുട്ടികൾ ഈ പറഞ്ഞതുപോലെ കറക്റ്റ് ഒരു 6-7 വയസ്സ് മുതൽ തന്നെ ആൺകുട്ടികളും കറക്റ്റ് ആയിട്ട് എല്ലാ സ്കൂളിലും അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൊടുത്താൽ തന്നെ അതിനൊരു ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഹോർമോണൽ ഇഷ്യൂ ഒക്കെ കോമൺ ആണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഇപ്പൊ ഹോർമോൺസിന്റെ ഒരു ഇഷ്യൂസ് വരുന്നത്. അപ്പോ ഈ ഷുഗർ പ്രഷർ എന്നൊക്കെ കോമൺ ആയ പോലെയാണ് ഇപ്പൊ തൈറോയിഡും PCOD ഒക്കെ കോമൺ ആണ്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ആ ഒരു പ്രശ്നമുള്ള രീതിയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ കേസുകളാണ് PCOD PCOS. ഇപ്പൊ ഇത് റിവേഴ്സിബിൾ ആണ്. അപ്പൊ നമുക്കത് നമ്മളായിട്ട് തന്നെ അതിന് ഒരുങ്ങണം. അത് അഡ്രസ് ചെയ്യപ്പെടണം. അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് നമ്മളിൽ നിന്നും തന്നെ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. എത്ര മെഡിസിൻസ് കഴിച്ചാലും അത് ചേഞ്ച് ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മുടെ ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യേണ്ടി വരും, നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അതിനൊക്കെ നമ്മൾ ഒരു പടി മുന്നിലേക്ക് നിന്നിട്ട് മെഡിസിനേക്കാളും എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ധൈര്യത്തോട് കൂടിയിട്ടും ആ ഒരു വാശിയോട് കൂടി നിന്നാലേ കാരണം നമുക്ക് മെറ്റബോളിക് ഡിസോർഡർ വരുന്നതൊക്കെ റിവേഴ്സിബിൾ ആണ്. കാരണം മെറ്റബോളിക്സ് അല്ലേ, ഹോർമോൺസ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നോർമലായിട്ട് കൊണ്ടുപോകുന്നതാണ്. മെഡിസിൻസ് ചിലപ്പോൾ നീഡഡ് ആയിരിക്കാം, എന്നാലും നമുക്ക് മെറ്റബോളിക് ഡിസോർഡർ ഒരു വിധമൊക്കെ നമുക്ക് റിവേഴ്സിബിൾ ആണ്. അത് നമുക്ക് തിരിച്ചറിയാന്നുള്ളതാണ്. അതൊരു കംപ്ലീറ്റ് ആയിട്ട് മരിക്കുന്നത് വരെ നമ്മളെ കൂടെ ഉള്ളതാവില്ല. ചില കണ്ടീഷൻസ് ഒട്ടും ഇല്ലാത്ത ഹോർമോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് കഴിയുന്നത് വരെ, മരിക്കുന്നത് വരെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയണ്ടാവില്ല, തൈറോയ്ഡ് ഹോർമോൺസ് ഒക്കെ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ വളർച്ചന്റെ കാര്യം. അപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർ നീളം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ് ആണ് നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ നമുക്ക് ഓരോരുത്തരുടെ ജനറ്റിക്കൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ആ ഗ്രോത്ത് ഹോർമോൺ ആണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. അയാൾ എത്ര വളരണം, അയാൾ എത്ര തടി വെക്കണം എന്നല്ല, മീൻസ് അയാൾ എത്ര നീളം വെക്കണം എന്നുള്ളെങ്കിലും ആ ഗ്രോത്ത് ഹോർമോൺ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും അത് നീളമില്ലാത്ത കുട്ടികളില്, നീളമില്ലാത്ത പുരുഷന്മാരുണ്ടാവും. അപ്പൊ അവർക്കൊരു മെന്റൽ ഈഗോസ്, ഇപ്പൊ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പാരന്റ്സ് ഹൈറ്റ് ഉണ്ടാവും, അവര് ഹൈറ്റ് ഉണ്ടാവില്ല.
അപ്പൊ അവർക്കൊക്കെ വരുന്ന സമയത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഗ്രോത്ത് ഹോർമോൺ ആണ് നിന്റെ ഹൈറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അത് കുറെ കമ്പി കൊണ്ട് തൂങ്ങിയോണ്ടോ ഒന്നും നമുക്ക് അത് ഹൈറ്റ് വെക്കില്ല. കാൽസ്യം അതിന്റെ ബോൺ ഹെൽത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പാരാതൈറോയിഡ് ഇതൊക്കെ ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ എത്ര ഹൈറ്റ് വെക്കണം, നമ്മൾ എത്ര വെയിറ്റ് വെക്കണം, നമ്മൾ എത്ര നിറം വെക്കണം, നമുക്ക് എത്ര മുടി വെക്കണം, നമ്മൾ ഏത് രീതിയിൽ ചിരിക്കണം, നമ്മൾ ഏത് രീതിയിൽ സംസാരിക്കണം, ഇതെല്ലാം നമ്മുടെ ബോഡി ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ കമ്പാരിസൺസ് ഉണ്ടാകും. ഇപ്പൊ ലോ എസ്റ്റീമിലൊക്കെ വരുന്ന പെൺകുട്ടികൾ, അപ്പൊ ഈ PCOD കേസ് വരുന്ന സമയത്ത് തന്നെയാണ് പെൺകുട്ടികൾക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. കാരണം മുഖത്തുള്ള ശരീരത്തിന്റെ നിറവ്യത്യാസം, തടി വെക്കുന്നത്, അപ്പൊ അവരെന്നെ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫ്രണ്ട്സിന്റെ ഇടയിൽ കമ്പാരിസൺ വരും. അപ്പൊ അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് വരുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികളിൽ അവർക്ക് എപ്പോഴും തടി ഇല്ലാതെ നല്ല ഹൈറ്റിൽ നല്ല വടിവത്ത ശരീരമായിരിക്കുമല്ലോ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവുക. അപ്പൊ ഇത് എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല, ഇത് അപ്പോഴേക്കും ഇവിടെ ഹോർമോൺ ഇഷ്യൂസ് ഇവിടെ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇത് വരുന്നത്. ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടാതെ പോകത്തില്ല. നമ്മളൊരു കൗൺസിലിങ്ങും അല്ലെങ്കിൽ മെഡിസിന്റെ കൂടെ തന്നെ അവർ നന്നായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോൾ അവർ അതിനെ റിയലൈസ് ചെയ്യുന്നു, അവർ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. ഇത്രയും കാര്യം നമുക്ക് അഡ്രസ് ചെയ്യാതെ പെടാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഒരു പക്ഷെ പിന്നീടായിരിക്കും ഈ ട്രോമ പോലെ ഒരു കല്യാണമൊക്കെ കഴിയുമ്പോഴാണ് ഒരു പക്ഷേ ഹസ്ബൻഡിൽ നിന്ന് കിട്ടേണ്ട കെയർ കിട്ടാതാവുമ്പോഴാണ് ഈ വേറൊരു കാര്യം. ഈ നമ്മുടെ പെൺകുട്ടികൾ +2 വരെ ആണെങ്കിൽ നമ്മൾ ഒരു ടീനേജിലുള്ള പെൺകുട്ടികൾക്ക് എപ്പോഴും അവർ അട്രാക്ട് ചെയ്യപ്പെടണം എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. അല്ലേ ഇവിടെ ഉള്ള പെൺകുട്ടികളൊക്കെ പറയൂ. ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പുരുഷനാൽ അട്രാക്ട് ചെയ്യപ്പെടണം എന്ന അവരുടെ ഹോർമോൺസ് അല്ലേ അത് നിയന്ത്രിക്കുന്നത്. ആ ഒരു സമയത്ത് അവർക്ക് ഈ PCOD കംപ്ലൈന്റ് വരികയാണ്, ഹോർമോൺ ഇഷ്യൂസ് വരികയാണ്, അവരുടെ ഫേസിൽ ഇത്രയും മാർക്കുകൾ വരികയാണെങ്കിൽ, മുഖക്കുരു വരുന്നുണ്ട്, അവർക്ക് അവരെന്നെ അഗ്ലി ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറിയൊരു കളിയാക്കൽ കിട്ടുകയാണ്, തടി വെക്കുന്നോണ്ട് കളിയാക്കൽ കിട്ടുകയാണ്. അപ്പൊ ഇത്രയും ചെറിയ കുഞ്ഞു കാര്യങ്ങൾ പോലും പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് ഒരു റിജക്ഷൻ കിട്ടുന്ന സമയത്ത് അവർക്ക് വീണ്ടും ഈ ഒരു കാര്യങ്ങൾ ട്രിഗർ ആയിട്ട് വരാറുണ്ട്. കാരണം അന്ന് അവർക്ക് ഒരു പക്ഷേ കിട്ടേണ്ട ഒരു ശ്രദ്ധ പലപ്പോഴും കിട്ടാതെ പിന്നീട് ഒരു ട്രിഗർ ആയിട്ട് വരാറുണ്ട് കേട്ടോ. എനിക്ക് കുറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ഒക്കെ വരുന്ന സമയത്തായിരിക്കും അവരുടെ ഒരു ഇമോഷൻസിനെ തുറന്നിടാനുള്ള ഒരു സ്പേസും കൂടി ആയിരിക്കും. കാരണം വീട്ടിൽ ഇങ്ങനെ നിന്ന് എക്സ്പ്ലോറേഷൻ ഇല്ലാതെ അവരുടെ ഇമോഷൻസിനെ ആരും അഡ്രസ് ചെയ്യപ്പെടാതെ പോയിട്ട് അവസാനം ഇങ്ങനെ ഒരു കേസിലൊക്കെ വരുമ്പോഴായിരിക്കും അവർക്ക് തുറന്നിടാനുള്ള ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം പിന്നെ അച്ഛൻ്റെ അടുത്ത് കിട്ടാതെ പോകുന്ന ഒരു ശ്രദ്ധ അവർക്ക് അന്ന് മുതലേ കിട്ടാത്തതായിരിക്കും. അന്നേ അവരുടെ ഉള്ളിലൊരു ട്രോമ ഉണ്ടാവും. അപ്പോ അന്നൊരു ഹോർമോൺസിന്റെ ഒരു ഇംബാലൻസ് വന്നതുകൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ഇത്രയും ഏജ് കഴിഞ്ഞിട്ടും അവരതിനെ മെന്റലിയും കൂടി സഫർ ചെയ്യുന്നുണ്ടാവും. നമുക്ക് കുഞ്ഞു കുഞ്ഞു ഹോർമോണൽ ചേഞ്ചസ് പോലും അവരുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് പോലും പിന്നീട് ഒരു ട്രോമ ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് റിലേഷൻഷിപ്പിലും ഒക്കെ ഒരുപാട് ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഈ കാര്യം കൂടി പറഞ്ഞതാണ് കേട്ടോ. കേട്ടിട്ടുള്ള ഒരുപാട് കേസുകളും ഈ നമുക്ക് ക്യാമ്പ്സും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഞാൻ ലേഡീസ് ഓൺലി ക്യാമ്പ്സ് നടത്താറുണ്ട്. ആ ഒരു സമയത്ത് അതിൽ ഓൾമോസ്റ്റ് വരുന്ന അധികം പേരും 30 എബോവ് ഉള്ള ആൾക്കാരായിരിക്കും. ഈ 30 എബോവ് ഉള്ള ആൾക്കാർ ഓൾമോസ്റ്റ് കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അവർക്കൊരു വേണ്ട രീതിയിലുള്ള ആ ഒരു അട്രാക്ഷനൊക്കെ അവർക്ക് ഇനി ഒരു അട്രാക്ഷന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് അവരൊക്കെ മൈൻഡ് മാറിയിട്ടുണ്ടാവും. ഒരു പക്ഷെ ആ ഒരു രീതിയിലേക്ക് അവരെത്തിപ്പെട്ടത് ഒന്നെങ്കിൽ അവർക്ക് നല്ലതായിട്ട് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അന്നൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടികളെ ആ ഒരു രീതിയിൽ കാണുന്ന ആൾക്കാർ പിന്നീട് അവരിലേക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വന്ന് തടിയൊക്കെ കൂടി ആ ഒരു അട്രാക്ഷൻ ഒക്കെ അവർക്ക് തന്നെ പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ അന്ന് ഒട്ടും അഡ്രസ് ചെയ്യപ്പെടാതെ പിന്നീട് അവർ അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ അതിൽ ചേഞ്ചസ് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിലൊന്നും ഇത്രയും ഒരു ഭംഗിയിലൊക്കെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ പിന്നീടാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷെ അന്നൊന്നും ചില ആൾക്കാർ അഡ്രസ് ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാർ അഡ്രസ് ചെയ്യുന്നുണ്ടാവില്ല, ചില ആൾക്കാർ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള പെൺകുട്ടികളുണ്ടാവും, അതിലൊന്നും താല്പര്യമില്ലാത്ത പെൺകുട്ടികളുണ്ടാവും. ഉൾപേക്ഷയ്ക്ക് താല്പര്യം ഇല്ലാതായിട്ടുണ്ടാവുക അവർക്ക് ഇത്ര അനുഭവങ്ങളോണ്ടായിരിക്കും. അവർ മിണ്ടൂല, അവർക്ക് പറയൂല, അതായത് അവർ തുറന്ന് കാണിക്കൂല. പിന്നീട് അതൊരു സെക്കൻഡറി ട്രോമ ആയിട്ട് വരുമ്പോഴാണ് അവര് പോലും അത് ഇത്രയും വലിയ കാര്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ട്രോമകളൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴാണ് ഇത്രയും ട്രോമ ഞാൻ ബുക്കിൽ പഠിച്ചിട്ടില്ല, ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. പക്ഷെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ ഇത്രയും കുഞ്ഞു കാര്യങ്ങൾ പോലും അവരുടെ ഉള്ളിൽ ട്രോമ ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടാൻ ആ ആളെ അഡ്രസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. അത് കിട്ടാതാവുമ്പോ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ നല്ലത് ഉണ്ടാവാറുണ്ട്. കൂടുതൽ ലേഡീസിന്റെ കേസുകളാണ് എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കാം.
ഓക്കെ. താങ്ക് യു വെരി മച്ച് മാം. വളരെ എനർജറ്റിക് ആൻഡ് പ്ലസന്റ് ആൻഡ് യു കവേർഡ് എ ലോട്ട് ഓഫ് സ്റ്റഫ്. ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കേസ് ഷെയറിങ്ങും ഒക്കെ വളരെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു രീതിയിൽ പിന്നെയും പിന്നെയും നമ്മളിത് കേൾക്കേണ്ട ഒരു കാര്യമാണ്, കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ബിക്കോസ് യു കവേർഡ് എ ലോട്ട്. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. ഇനി ഹോർമോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, എൻ്റെ 2 പെൺമക്കൾക്കും ഈ പ്രശ്നം ഹോർമോൺസിന്റെ ഇഷ്യൂ വന്നു. ഇളയ മകളുടെ ഡെലിവറിക്ക് അവൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് 1 മാസം ഒക്കെ ആയപ്പോഴത്തേന് തന്നെ മനസ്സിലാക്കി അവൾക്ക് ഹൈപ്പറെമെസിസ് ഗ്രാവിഡാരം. അവർ ഓസ്ട്രേലിയയിലാണ്. അപ്പം അതിഭയങ്കര പ്രശ്നമായിട്ട് മാറി. അവളൊരു മുറിക്കകത്ത് അടച്ചു പൂട്ടിയിരുന്ന ലൈറ്റ്, എല്ലാത്തിനും അലർജിയാ, ഒന്നും കഴിക്കാൻ മേല, ലൈറ്റ് പറ്റില്ല, വെള്ളം പോലും കുടിക്കാൻ മേല, പച്ചവെള്ളം പോലും കുടിക്കാൻ മേല, എക്സ്ട്രീം ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ വയറ്റിലൊന്നും ഇല്ല, പക്ഷെ അപ്പൊ വയലന്റ് ആയിട്ട് അങ്ങ് ഛർദ്ദിക്കാൻ വരും. അപ്പൊ അങ്ങനെ അവൾക്ക് മടുത്ത് അവൾ പറയുമായിരുന്നു എനിക്കിനി ജീവിക്കണ്ട. എന്നിട്ട് അവള് ഇല്ല, പക്ഷെ കുഞ്ഞിനോടുള്ള ദേഷ്യമൊന്നും അല്ല, പക്ഷെ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. അപ്പം ഡോക്ടർ അവിടെ പറയുന്നു നീ വിഷമിക്കണ്ട കുഞ്ഞിന്. അപ്പൊ ഞങ്ങൾക്കൊക്കെ പേടിയുണ്ടായിരുന്നു കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, കാരണം അവള് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, പച്ചവെള്ളം പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ മരുന്നും അങ്ങനത്തെ ഒന്നും കൊടുക്കാനും പറ്റില്ലല്ലോ. അവള് ആ ആദ്യത്തെ പ്രഗ്നൻസിയുടെ ഇടയ്ക്ക് 6 7 പ്രാവശ്യം എമർജൻസി കൊണ്ടുപോകേണ്ടി വന്നു. എന്നിട്ട് വെള്ളം പോലും കുടിക്കാത്തതുകൊണ്ട് ഡീഹൈഡ്രേറ്റഡ് ആയി പോയി, അങ്ങനെയൊക്കെ പ്രശ്നമായി. പിന്നെ അങ്ങനെ മരുന്നൊന്നും ഇങ്ങനെ അധികമായിട്ടില്ലല്ലോ, അപ്പം കൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ എന്നിട്ട് അവള് പറയായിരുന്നു അമ്മ ഞാൻ രക്ഷപ്പെടത്തില്ല, കുഞ്ഞ് രക്ഷപ്പെടും, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ സർവൈവ്. അങ്ങനെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിക്കൂടെ കടന്നുപോയി. ഇതെങ്ങനെയായി തീരുവെന്നല്ല, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു, ഞാൻ ഇത്രയും എൻ്റെ പ്രായത്തില് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടേ ഇല്ല. പലർക്കും ഇങ്ങനെ ഛർദിലൊക്കെ ഒത്തിരി കൂടുതലാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നാൽ ഈ ഹൈപ്പറെമെസിസിനെ പറ്റി അറിയുന്നത് ഈ മകളുടെ ഇത് വന്നപ്പോഴാണ്. അപ്പൊ എനിവേ, എന്നിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു കുഞ്ഞിനെ പറ്റി വിഷമിക്കേണ്ട, കുഞ്ഞ് നിന്റെ ശരീരത്തിൽ നിന്ന് വേണ്ടിയത് മുഴുവൻ എടുത്തോളും, അതിന്റെ ഡെവലപ്മെന്റ്, ഇൻഫാക്ട് ഹൈപ്പറെമെസിസ് ഉള്ള പെൺകുട്ടികളുടെ മക്കള് വളരെ ഹെൽത്തി ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിനെ പറ്റി യാതൊന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതൊരു 6 7 മാസമായപ്പോഴാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് കുറഞ്ഞത്. പിന്നെയാണ് അപ്പോൾ അവള് മുറിക്കകത്തൊന്ന് പുറത്തിറങ്ങി. അതുവരെ ലിറ്ററലി ഐ എം നോട്ട് കിഡിങ്, മുറിക്കകത്ത് അടച്ചു പൂട്ടിയിരിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഡെലിവറി ഒക്കെ ആയി, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, വളരെ ഹെൽത്തി, കൊച്ചിനും പ്രശ്നമൊന്നുമില്ല. ദെൻ ഷി വാസ് ഓക്കെ വിത്ത് ഇറ്റ്. അപ്പൊ എന്നിട്ട് അവൾ അന്നേ തീരുമാനിച്ചു എനിക്ക് ഇനിയും പിള്ളേർ വേണ്ട, ഇത് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ത്രൂ വിത്ത് ദിസ് എന്ന് പറഞ്ഞ് അവൾ അപ്പൊ തന്നെ തീരുമാനിച്ചു. അവര് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴുള്ള രണ്ടാമത് ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് അവൾ വിചാരിച്ചു ഓക്കെ ഏതായാലും ഇനിയിപ്പം ഈ കൊച്ചിന്റെ സാധനങ്ങളും എല്ലാം ഗിവ് അവേ ചെയ്തു, ഇനി അവർക്ക് ഏതായാലും പിള്ളേർ ഇനിയും വേണ്ടല്ലോ. അപ്പൊ 5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് പേടിയായി, കർത്താവ് ഇതിനകത്തൂടെ തന്നെയാണോ പോകുന്നത്. അപ്പം സൂക്ഷം പോലെ രണ്ടാമത് ഇത് തന്നെ. അപ്പൊ രണ്ടാമത് കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ മൂത്തൊരു കൊച്ചില്ലേ, അതിന്റെ കാര്യം നോക്കണ്ടേ. അപ്പം അവളുടെ കാര്യം നോക്കാനായിട്ടും എന്ത് ചെയ്യാനൊക്കെ. പിന്നെ എൻ്റെ മൂത്ത മോള് പോയി 3 മാസം അവിടെ നിന്ന് അങ്ങനെ പോയി ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഹോർമോണൽ സംഭവങ്ങൾ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് അതിഭയങ്കരം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല, വാട്ട് ഷീ വെന്റ് ത്രൂ. അപ്പം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹോർമോണൽ ഇംബാലൻസ് ക്യാൻ റിയലി അഫക്റ്റ് എ പേഴ്സൺ സോ മച്ച്. പക്ഷെ ഇൻ ദി എൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് വെൽ. കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്കും 2 പേർക്കും ഹെൽത്തി ആയിട്ട്. 2 പെൺമക്കളാ, 2 പേർ, എനിക്കും 2 പെൺമക്കളാ, ഈ ഇളയ മകൾക്കുണ്ടായതിന് 2 പെൺകുട്ടികളാ. അവർ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. എനിവേ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, പവർ പാക്ഡ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. മാം കൂടുതൽ കേസസും ഒക്കെ ഷെയർ ചെയ്തു. അതിൻ്റെ കൂടെ നിസാഫ് സാറിന്റെ കേസും എല്ലാം കൂടെ വന്നപ്പോഴത്തേന് തീർച്ചയായിട്ടും സമയമെടുത്ത് വീണ്ടും ഇത് കേൾക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം, താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. ഇപ്പൊ മാം പ്രഗ്നൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു റോളർ കോസ്റ്റർ ആണല്ലോ ലേഡീസിന് ഈ പ്രഗ്നൻസി വരുന്ന ഹോർമോണൽ ഇഷ്യൂസ്. അപ്പൊ വരുന്നത് നമുക്ക് ഈ പ്രഗ്നൻസിയിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടാണ് ഇത് പോസ്റ്റ്മോർട്ടം എന്ന പീരിയഡിലാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ചെയ്യുക. കുറച്ച് അറിയാമെന്നറിയില്ല, ഞങ്ങൾക്കിവിടെ നമ്മുടെ ഹോസ്പിറ്റലുണ്ട്, മദർ ആൻഡ് ബേബി കെയർ ഉണ്ട്. അപ്പൊ അവിടെ കൺസൾട്ടിങ് ഡോക്ടറാണ്, നമ്മൾ തന്നെയാണ്. അപ്പൊ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെ സ്റ്റോറീസ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇംബാലൻസ്
അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ എന്നാലും ആ ഒരു പോസ്റ്റ്മോർട്ടം മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അതിൽ കടന്നു പോകുന്ന സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചിലർക്ക് ഒരു പ്രശ്നമുണ്ട്, നോർമലാണ്. ചിലർ ഭയങ്കര ഹൈപ്പ് ആവാറുണ്ട്, ചിലർക്ക് രണ്ടും അതിന്റെ ഇടയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. അത് വേറൊരു ടോപ്പിക്കാണ്. ഞാൻ ഇതിന് മുന്നേ എന്തോ കേസ് എടുത്തിട്ട് ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എനിവേ നിനക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഹലോ സജ്ജന മാം. ആ കേൾക്കുന്നുണ്ടല്ലോ. നല്ല ക്ലാസ് ആയിരുന്നു. കുറെ ഹോർമോൺസിനെ പറ്റിയിട്ടും കുറെ ഗ്ലാൻസിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കി. പിന്നെ എല്ലാ ഹോർമോൺസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. ഒരുപാട് ഹോർമോൺസ് ഉണ്ടല്ലേ മാം. എത്ര എണ്ണ പറഞ്ഞത്? ഇപ്പൊ 9 എണ്ണോ? ഇത് ഹോർമോൺസ് അല്ല, 9 ഗ്ലാൻസിനെ കുറിച്ചിട്ട്. അതിൽ ഓരോന്നിനും ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ അതെ, കോമൺ 9. ആയിട്ട് നമുക്ക് കേൾക്കുന്ന കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ കോർട്ടിസോളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോയിട്ടില്ല. കാരണം നമ്മൾ സ്ഥിരമായി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നായിരിക്കും കോർട്ടിസോൾ ഹൈ ആയി, സ്ട്രെസ് അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ കുറച്ചും കൂടി കോമൺ ആയിട്ട്, അല്ലെങ്കിൽ എല്ലാതും വേണ്ടേ, ഓരോ ഹോർമോണും ഇമ്പോർട്ടന്റ് ആണല്ലോ. പക്ഷെ കുറച്ചും കൂടി എനിക്ക് വരുന്ന കേസുകളും കൂടി വെച്ചിട്ട് ഞാൻ ഒരിതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഓരോന്നിനെ വെച്ച് പറയുമ്പോഴും ഓരോന്നും ഡിഫറെന്റ് ആണ്. ഓരോന്നിൽ അതിൻ്റെതായിട്ടുള്ള എന്താണ് ഓരോ ഓരോ മേഖലയിലും ഓരോ ഹോർമോൺസിന് കൂടുതലല്ലേ. ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് തന്നെ 2-3 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ. തൈറോയ്ഡ് ഗ്ലാൻഡിൽ T3 T4 ആണ് ഉണ്ടാക്കുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും TSH ഉണ്ടാകണം. TSH ഉണ്ടായിട്ട് TSH പറയണം തൈറോയ്ഡ് ഗ്ലാൻഡിനോട് T3 T4 പ്രൊഡ്യൂസ് ചെയ്യുമോ എന്നുള്ളത്. TSH കുറഞ്ഞു കഴിഞ്ഞാൽ T3 T4 കുറയും. TSH കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടിയിട്ട് T3 T4 അതിനനുസരിച്ചിട്ട് ഉണ്ടാകുന്നില്ലെങ്കിലും നമുക്ക് പ്രശ്നം വരും. മനസ്സിലായോ? ഒന്നുണ്ടായാലേ മറ്റൊന്ന് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്ന് കൂടിയിട്ട് മറ്റൊന്ന് കുറഞ്ഞാലും പ്രശ്നമാണ്, ഒന്ന് കുറഞ്ഞിട്ട് മറ്റൊന്ന് കൂടിയാലും പ്രശ്നമാണ്, രണ്ടും കൂടിയാലും പ്രശ്നമാണ്, രണ്ടും കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഭയങ്കര ഇംബാലൻസ്. നമുക്കിത് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിപ്പോ. ഇതിനിത് ഈ കൂടുതലും കുറയുന്നതനുസരിച്ചിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഓരോ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ചിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഓരോരോ റീസൺസ് ആയിട്ടും കൂടി വരും. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മള് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. പിന്നെ കോർട്ടിസോൾ ഞാൻ അധികം പറഞ്ഞിട്ടില്ല. കോർട്ടിസോൾ അഡ്രീനൽ ഗ്ലാൻഡ്, നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ആണ്, കിഡ്നിയുടെ ബാക്കിൽ ഉണ്ടാകുന്നതാണ് കോർട്ടിസോൾ. നമ്മുടെ സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് അറിയാം. നമ്മൾ സെറട്ടോണിൻ, ഡോപ്പമൈൻ ഒക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് കോർട്ടിസോൾ പറയുന്നത്. അപ്പൊ ആ കോർട്ടിസോൾ നമ്മൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് മൂഡ് സ്വിങ്സ്, നമ്മൾ പെട്ടെന്ന് തടി വെക്കുമ്പോൾ തടി വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കോർട്ടിസോൾ ആണെന്ന് പറയാറുണ്ട്. കാരണം സ്ട്രെസ് കൂടുമ്പോൾ തടി വെക്കുന്നത് കോർട്ടിസോളിന്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ കോർട്ടിസോൾ ഇംബാലൻസ് ആവുന്നതാണ്. നമുക്ക് സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് അല്ലേ. നമുക്ക് സ്ഥിരം കേൾക്കുന്ന ഒന്നല്ലേ. അതെ. അപ്പൊ അത് ഇപ്പൊ ഈ ഇപ്പൊ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രമാണോ ഈ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുന്നത്? അതായത് നമ്മളുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ നന്നായി കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒട്ടും ഉണ്ടാവില്ലേ? ഹോർമോൺസ് എന്ന് പറയുന്നത് മെറ്റബോളിസം നിയന്ത്രിക്കുന്നതാണ്. അപ്പൊ മെറ്റബോളിസം നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഡിസീസ് കണ്ടീഷൻസ് അത് പ്രൈമറി ആയിട്ട് വരുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങളിലൊക്കെ തൈറോയ്ഡ് കംപ്ലൈന്റ് വരുന്നത് അവര് ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നതല്ല. അവർക്ക് ജനറ്റിക് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഗ്ലാൻഡ് ആ ഒരു ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു തൈറോയ്ഡ് ഇഷ്യൂസ് വരാം. അതേപോലെ കുഞ്ഞുങ്ങളിൽ ഇപ്പോ ഷുഗർ കംപ്ലൈന്റ് കൂടുതലല്ലേ. ഷുഗർ ആയിട്ട് വരുന്ന അത് ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർഗ്ലൈസീമിയ, ജീരിയാറ്റിക് അല്ല പീഡിയാട്രിക് ഗ്ലൈക്കീമിക് കണ്ടീഷൻസ് ഇപ്പൊ കൂടുതലാണ്. അത് അമ്മമാര് കഴിക്കുന്ന മെഡിസിൻസ് ഡിപ്പെൻഡഡ് ആണ്. അവർക്ക് ജനറ്റിക് ആയിട്ട് വരുന്ന ഇഷ്യൂസ് കൂടുതലാണ്, ഡിസീസ്ഡ് കണ്ടീഷൻസ് കൂടുതലാണ്. ആ ചിലപ്പോൾ ഗ്ലാൻഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഗ്ലാൻഡ് തന്നെ ചിലപ്പോൾ ബോഡിയിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഹൈപ്പോതലാമസിന് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യൂല. മനസ്സിലായോ? ഇപ്പൊ ബ്രെയിനിന് ഒരു ഇഷ്യൂ ബ്രെയിനിന് ഒരു ഡിസീസഡ് കണ്ടീഷൻ വരികയാണ്, ഹൈപ്പോതലാമസിന് ഒരു ഡിസീസഡ് കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദി ബോഡി അതിനെ ബാധിക്കും. കാരണം അവിടെ നിന്നാണ് തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, പിറ്റ്യൂട്ടറി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഹൈപ്പോതലാമസ് നിയന്ത്രിക്കണം. ഹൈപ്പോതലാമസ് ആണ് ഇതിന് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് പറഞ്ഞാലേ ബാക്കി എല്ലാ ഹോർമോൺസ് ഉണ്ടാവുള്ളൂ. അതേപോലെ പിറ്റ്യൂട്ടറി ഹോർമോൺസിലെ TSH പറഞ്ഞാലേ T3 T4 ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ FSH പറഞ്ഞാലുള്ളൂ ഓവറിയിൽ നമുക്ക് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ടെസ്റ്റോസ്റ്ററോണും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 മുതൽ കറക്റ്റഡ് ആണ്. ഒരു തല മുതൽ നമ്മൾ ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ കണ്ടീഷൻ കണ്ടെത്തുക അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പൊ മെഡിസിൻസ് തന്നെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രം നിൽക്കൂല. അത് ഞാൻ പറഞ്ഞു, മെഡിസിൻസ് ആവശ്യം വിത്ത് ലൈഫ് സ്റ്റൈലാണ്. കാരണം നമ്മൾ ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് പ്രൈമറി സ്റ്റേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻ
ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് അതിനെ റെഗുലേറ്റ് ചെയ്യാം. അല്ലാതെ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ വിത്ത് മെഡിസിൻസ് വേണ്ടി വരും. ഇപ്പൊ ഗ്ലാൻഡ് ഇല്ല, തൈറോയ്ഡ്, ഇപ്പൊ ഗോയിറ്റർ വന്നിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി വീർത്തിട്ട് കുമിളകൾ വരുന്നു, ക്യാൻസർ വരുന്നു. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയെ നമ്മൾ എടുത്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഹോർമോൺസ് T3 T4 പ്രൊഡ്യൂസ് ചെയ്യാൻ തൈറോയ്ഡ് ഇല്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം, മരിക്കുന്നത് വരെ T3 T4 നമ്മുടെ ബോഡിയിൽ വേണം. കാരണം അതാണ് നമ്മളെ ബാക്കി എല്ലാ മെറ്റബോളിസത്തിനും നിയന്ത്രിക്കുന്നത്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ മെഡിസിൻസ് കഴിക്കാൻ വേണ്ടി വരും. അല്ലാതെ T3 T4 ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് മെഡിസിൻ കഴിക്കണ്ടേ. നമുക്ക് വെറും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് മാത്രം ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വിത്ത് മെഡിസിൻസ് ആണ്. അല്ല നമുക്ക് ചെറിയ വേരിയേഷൻസ് ആണ്, അല്ലെങ്കിൽ കുറവാണ്, കൂടുതലാണ്, വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ വേറെ പ്രൊഡക്ഷന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് അത് ഇങ്ങനെ ലോ ആയിരിക്കുകയാണെങ്കിൽ ഹൈ ആയിരിക്കാം. ഇപ്പൊ നമ്മള് ഷുഗർ എല്ലാവരും ഇൻസുലിൻ്റെ അത് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് പേര് ആ ഹൈ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ലോ ആവുന്ന സമയത്ത് മെഡിസിൻ കഴിക്കും, പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യും, അത് റെഗുലേറ്റ് ചെയ്യും. അല്ലെ? പാങ്ക്രിയാസ് ഒട്ടും ഇൻസുലിൻ ഉണ്ടാക്കുന്നേ ഇല്ല. പാങ്ക്രിയാസ്, എനിക്ക് പാങ്ക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയേ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇൻസുലിൻ ഡെയിലി എടുക്കണ്ടേ? നമ്മുടെ ബോഡിയിൽ നമ്മുടെ മെറ്റബോളിസം നടക്കണമെങ്കിൽ, ഷുഗറിനെ കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹിപ്പിക്കണമെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ആ ഒരു ഇത് വേണ്ടേ, ഇൻസുലിൻ വേണ്ടേ? അതിനാണല്ലോ ഇൻസുലിൻ. അതില്ലാത്തതുകൊണ്ടല്ലേ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് മൂത്രത്തിലൂടെ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതില്ല എങ്കിൽ മെഡിസിൻ വേണം, അല്ലെങ്കിൽ അതിനുള്ള അത് ഉണ്ടാക്കാനുള്ള സാധനം വേണം, അല്ലെങ്കിൽ ആ ഹോർമോൺ നമ്മൾ ഡെയിലി ഇൻജെക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇത് നമ്മളതിന്റെ ഇംബാലൻസ് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കാരണമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് പറയാം. പക്ഷെ ഇൻബോൺ ആണെന്നുണ്ടെങ്കിലും ഒന്നും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിത്ത് മെഡിസിൻ അല്ലെങ്കിൽ വിത്ത് എക്യുപ്മെന്റ്സ് അത്രേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ? ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ഇംബാലൻസ് വരുന്നത്. നമുക്ക് കോർട്ടിസോളിന്റെ എടുത്താൽ മനസ്സിലാവും അല്ലെ. നമ്മൾ ഓവർ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ കോർട്ടിസോളിന്റെ ലെവൽ ചേഞ്ച് ആവും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നമുക്ക് സ്ട്രെസ് വരുന്നു, ഡിപ്രഷൻ വരുന്നു, ഒക്കെ വരുന്നു. അപ്പൊ നമുക്കൊരു ചെറിയ ഹോർമോണലിന്റെ ഇംബാലൻസ് ആണ്, നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കുന്ന ഫാക്ടേഴ്സ് കൊണ്ടാണ് കോർട്ടിസോൾ ഇംബാലൻസ് ആവുന്നത് അല്ലെ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവരുന്ന ഫാക്ടേഴ്സ് കൊണ്ടാണ് കോർട്ടിസോൾ ഇംബാലൻസ് ആവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു PCOD കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പെട്ടെന്ന് കുറയും കൂടും ചെയ്യൂല. അവിടെ കുമിളകൾ വരുന്നു, വീക്കം വരുന്നു, അല്ലെങ്കിൽ അവിടെ വേറെ ഡിസീസ് കണ്ടീഷൻസ് വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൂടും കുറയും ചെയ്യുന്നത്, PCOD കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് അത് അങ്ങനെ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ചില കണ്ടീഷൻസ് എല്ലാം നമുക്ക് ലൈഫ് സ്റ്റൈൽ പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഉറക്കം ഇമ്പോർട്ടന്റ് ആണ്, കഴിക്കണം ഭക്ഷണം ഇമ്പോർട്ടന്റ് ആണ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്, മെന്റൽ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു 35-40 വയസ്സ് കഴിയുമ്പോ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അല്ലേ? 35-40 വയസ്സൊന്നും ഇല്ല. എന്ന് നമ്മൾ ഏത് പ്രായത്തിലും ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയും, പണ്ടൊക്കെ നമുക്ക് പറയും കുറച്ച് ഏജിൽ നമ്മളെയാണ് ഷുഗർ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഏജും ഇല്ല, പ്രഗ്നൻസിയിൽ വരുന്നു, അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് മരിക്കുന്നത് വരെ അവർക്ക് ഷുഗർ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരിക്കലും നമുക്ക് ഏജ് ഒരു ഫാക്ടറേ അല്ല. ഞാനൊക്കെ പുസ്തകം പഠിച്ചതും ഇപ്പൊ കേൾക്കുന്ന കേസുകളും നമ്മൾ യാതൊരുവിധ ബന്ധമില്ല. നമ്മൾ ഡെയിലി പുതിയ കാര്യങ്ങളാണ്. നമ്മളെന്നെ വിചാരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഇത്രയും റീസൺസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ ബാലൻസ് ഇതൊന്നും പരസ്പരം ഈ ബന്ധമൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. കേസുകൾ വരുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ അറിയുന്നത്. നമ്മൾ വിചാരിക്കാത്ത കുഞ്ഞു കാര്യങ്ങൾ പോലും വളരെ ഇമ്പാക്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയിരിക്കാം, നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഡിപ്രഷനെ കുറിച്ചിട്ടും നമ്മൾ ഈ ആൻസൈറ്റിനെ കുറിച്ചിട്ടും മെന്റൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഒരു പക്ഷെ അത് ഉണ്ടാക്കുന്നത് എന്താണ്, ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ടോപ്പിക് തന്നെ എടുത്തത്. കാരണം നമ്മൾ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ അവെയർ ആണ്. നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആവുമ്പോൾ ആ മെന്റൽ ഹെൽത്ത് നമ്മൾ ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നാണല്ലോ ഈ മെന്റൽ ഹെൽത്ത് പറയുന്ന സാധനം ഉണ്ടാവുന്നത്. അപ്പൊ അത് നമ്മുടെ ഹോർമോൺസും കൂടി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പിക്സ് എടുത്തത്. ഞാൻ ആ മൈക്രോ ന്യൂട്രിയൻസിന്റെ ടോപ്പിക്സ് എടുക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആകുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയില്ലെങ്കിലും വേണ്ടേ, നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിച്ചില്ലെങ്കിലും ഹെൽപ്പ് വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കാൻ പറയൂലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം. നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഇന്ന കാര്യങ്ങളെങ്കിലും ഇത് ഡിപ്പെൻഡഡ് ആണ് എന്ന് നമ്മൾ അവെയർ ആവുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് പിടിച്ചാൽ കിട്ടാത്ത കേസാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടർ കൺസൾട്ടേഷൻ നമുക്ക് ആ പേഷ്യന്റിനെ നമുക്ക് വിടാം അല്ലേ. ഇപ്പൊ ടെസ്റ്റോസ്റ്റെറോണിന്റെ ഇപ്പൊ നിസാദ് സാറ് പറഞ്ഞൊരു കേസ് അറിയുമ്പോൾ അയാളുടെ ഈഗോ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അയാൾക്കും സെമിനാലിസിസ് ചെയ്യേണ്ട ഒരു സെമനിൽ കുറവുണ്ടാവും, ടെസ്റ്റോസ്റ്റെറോണിന്റെ കുറവുണ്ടാവും. അതാണല്ലോ അവരുടെ ലൈഫിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അയാൾക്കൊരു മെന്റൽ പ്ലഷറോ ഫിസിക്കൽ പ്ലഷറോ കൊടുക്കാൻ പറ്റാത്തത് അയാളുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്.
അപ്പൊ അത് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ ഫാമിലി ഇഷ്യൂസ് അവിടെ നിൽക്കുന്നുണ്ടോ കാരണം നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇമോഷൻസ് ആ ഇമോഷൻസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു കെമിക്കൽസ് ആണ് നമ്മുടെ സെറട്ടോണിനും ഡോപ്പമൈനും ഒക്കെയാണ് അപ്പൊ എല്ലാം ഇത് ഇന്റർ കണക്റ്റഡ് ആണ് അപ്പൊ നമ്മളെല്ലാത്തിനെ കുറിച്ചിട്ട് നമുക്ക് അവെയർ ആയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ വലിയൊരു ടോപ്പിക് ഈ കുഞ്ഞു സമയത്തിനുള്ളിൽ ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇതേപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടിരിക്കുക നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഇവിടെ നമുക്ക് എത്ര വലിയ ഇമ്പാക്ട് ചെയ്ത് നമുക്ക് എപ്പോഴും നമുക്ക് ഇവിടെ യൂട്യൂബിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതെടുത്ത് കാണാം അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് ക്ലിയർ ചെയ്യാം കേസുകൾ ഡിസ്കസ് ചെയ്യാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സപ്പോർട്ട് ചെയ്യാം ഇതാണ് ഇത്രയും ഞാൻ മോണിസെക്ടറിൽ എനിക്ക് കിട്ടുന്നതേ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എനർജിയാണ് ഇതിങ്ങനെ കാണാൻ ഇപ്പൊ രാവിലെ മോർണിംഗ് കയറാൻ പറ്റില്ലെങ്കിലും പിന്നെ റെക്കോർഡ്സ് ഡെയിലി കാണാറുണ്ട് അപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുകളൊക്കെ പറയാം ഓരോ ടോപ്പിക്സും ഇവിടെ ഭയങ്കര രസമാണ് ഓരോരുത്തരുടെ നമുക്ക് പുതിയ പുതിയ ആൾക്കാരല്ലേ ഇവിടെ കാണുന്നത് ശരിക്കും ഒരു എക്സ്പ്ലോറേഷൻ ആണ് നമ്മുടെ മോർണിംഗ് സർക്കിൾ അല്ലെ സജിന മാം അതെ അതെ തീർച്ചയായും. അപ്പോ ഇനി ആർക്കും ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന ടൈം കുറെ ആയി 1 hour ആയി അപ്പൊ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും എത്ര നേരം നിന്ന് കേട്ടതിനും എത്രയും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസുകളും ഒക്കെ പറഞ്ഞതിനും സാധാരണവും സുസമാനും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു. താങ്ക് യു Thank you very much, ma'am, and have a good day, everyone. ഹാവ് എ ഗുഡ് ഡേ താങ്ക് ടു യു. എവരിവൺ താങ്ക് യു